പവർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യും. Bluetooth mode. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസംപ്രച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യായ. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഒരിക്കൽ കൂടെ വൈശാഖമാസ ആശംസകൾ, ശങ്കരജയന്തി ആശംസകൾ. ശങ്കരജയന്തി വൈശാഖ പഞ്ചമി ആണ്. ഇന്ന് നമ്മൾ പ്രഥമയായിട്ടുള്ളൂ. ഇന്ന് മുതൽക്ക് 5 ദിവസം ശങ്കരജയന്തിയോടനുബന്ധിച്ചതായിട്ടുള്ള പരിപാടികൾ. നമ്മൾ രാവിലെ ഇവിടെ ശങ്കര സ്തോത്രങ്ങൾ പാരായണം ചെയ്തു. ഈ ഒരു സെഷൻ ശങ്കരാചാര്യരുടെ ഏതെങ്കിലും ഒരു ചെറിയ കൃതിയെങ്കിലും നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ വിചാരം ചെയ്യുക, അനുസന്ധാനം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ കൃതി സാധന പഞ്ചകം, അല്ലെങ്കിൽ സാധനാ പഞ്ചകം, അല്ലെങ്കിൽ ഉപദേശ പഞ്ചകം, സോപാന പഞ്ചകം എന്നൊക്കെ അതിന് പേരുണ്ട്. ആ ഒരു കൃതിയാണ്. പഞ്ചകം എന്ന് പറഞ്ഞാൽ 5 ശ്ലോകങ്ങളുള്ള സ്തോത്രകൃതികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രകരണ കൃതികൾ അതിരിക്കണം പഞ്ചകം എന്ന് പറയും.
6 ശ്ലോകം ഉണ്ടെങ്കിൽ ഷട്കം എന്ന് പറയും, 8 ശ്ലോകം ഉണ്ടെങ്കിൽ അഷ്ടകം എന്ന് പറയും, 10 ഉണ്ടെങ്കിൽ ദശകം, 100 ഉണ്ടെങ്കിൽ ശതകം, 1000 ഉണ്ടെങ്കിൽ സാഹസ്രീ എന്നും അല്ലേ, ഉപദേശ സാഹസ്രീ. സപ്തശതി നമുക്ക് ഏതാണ്? ദുർഗാ സപ്തശതി, ദേവീ മാഹാത്മ്യം 700 ശ്ലോകങ്ങളുള്ളത്. ഭഗവത്ഗീതയിൽ ഒരു സപ്തശതിയാണ്, 700 ശ്ലോകങ്ങളാണ്. അതിങ്ങനെ ശ്ലോകങ്ങളുടെ സംഖ്യക്കനുസരിച്ച് കൃതികൾക്ക് പേര് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിന് പഞ്ചകം എന്ന പേര് വന്നത്. സാധനം അഥവാ സാധന എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് അതിന് സാധന പഞ്ചകം എന്ന് പറയുന്നത്. സാധനം എന്ന് പറഞ്ഞാല് യോഗ്യത എന്നുള്ള അർത്ഥമുണ്ട്. സാധന എന്ന് പറയുമ്പോൾ പ്രയത്നം എന്ന അർത്ഥമുണ്ട്. അപ്പൊ എന്തിനു വേണ്ടി? ഒരു സിദ്ധിക്ക് വേണ്ടി. സിദ്ധിയാണ് ആത്യന്തികമായിട്ട്. സിദ്ധി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. അപ്പൊ എന്തോ ഒന്ന് സിദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നത്തിന്റെ പേരാണ് സാധന. അതിനുവേണ്ട യോഗ്യതയാണ് സാധനം. അത് ചെയ്യുന്നവനെയാണ് സാധകൻ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് സിദ്ധി എന്ന് ആദ്യം നിശ്ചയിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിന്റെ സാധകന്മാരാവണോ എന്ന് തീരുമാനിക്കാം, അല്ലേ? നമുക്ക് വേണ്ടതാണെങ്കിലല്ലേ നമ്മൾ ആ വഴിക്ക് പോകണ്ടു, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടു. അപ്പൊ എന്താണ് വാസ്തവത്തിൽ ലക്ഷ്യം? അത് ഈ പഞ്ചകത്തിലെ അവസാന ശ്ലോകത്തിലാണ് ഉറപ്പിച്ച് പറഞ്ഞു തരുന്നത്. നമുക്ക് ആദ്യം ആ പഞ്ചകം ഒന്ന് വായിക്കാം, പഞ്ചകം മുഴുവൻ ഒന്ന് വായിക്കാം, പിന്നെ ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഒപ്പം വായിക്കുക, ഒന്ന് ചൊല്ലിത്തരട്ടെ? ചൊല്ലിത്തന്ന് അല്ല, ഒപ്പം വായിക്കുക, അല്ലെ? കുഴപ്പമില്ല. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മ സ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഗഃ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം സംഗഃ സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം ശാന്ത്യാദി പരിചീയതാം ദൃഢതരം കർമാസു സന്ത്യജ്യതാം സദ്വിദ്വാനുപസർപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമധ്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിരഃ പക്ഷഃ സമാശ്രയതാം ദുസ്തർക്കാത് സുവിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മാസ്മീതി വിഭാവ്യതാം അഹരഹര ഗർവഃ പരിത്യജ്യതാം ദേഹോഹം മതിരുജ്യതാം ബുധജനൈർവാദഃ പരിത്യജ്യതാം ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം വിക്ഷൗഷധം ഭുജ്യതാം സ്വാത്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീക്ഷ്യതാം ജനകൃപാനൈഷ്ഠുര്യമുത്സൃജ്യതാം ഏകാന്തേ സുഖമാസ്യതാം പരതരേ ചേതഃ സമാധീയതാം
പൂർണ്ണാത്മാ സുസമീക്ഷ്യതാം ജഗദിദം തദ്ഭാവിതം ദൃശ്യതാം പ്രാകർമ്മ പ്രവിലാപ്യതാം ചിദിബലാന്നാപ്യുത്തരൈ സൃശ്യതാം പ്രാരബ്ധം ത്വിഹ ഭുജ്യതാം അത പരബ്രഹ്മാത്മനാ സ്ഥീയതാം. രാവിലെ വെള്ളം തീർന്നു അത് നോക്കിയാൽ ഓട്ട വന്നു. അപ്പൊ ഉപദേശ പഞ്ചകം എന്ന് പറയുന്നത് ഇതില് ഒരു ആചാര്യന്റെ ഉപദേശങ്ങളാണ്. ഓരോ ശ്ലോകത്തിലും 8 ഉപദേശം വീതം, 5 ശ്ലോകങ്ങളിൽ 40 ശ്ലോകം, 40 ഉപദേശങ്ങൾ. 8 40. ഇത് സോപാന പഞ്ചകം എന്നതിന് പേര് വരാൻ കാരണം പടിപടിയായി നമ്മളെ ഉയർത്തി ആ ലക്ഷ്യത്തിലെത്തിക്കുന്നത് കൊണ്ട് സോപാന പഞ്ചകം. സോപാനം എന്ന് പറഞ്ഞാൽ പടിക്കെട്ടാണ്. അപ്പോ 40 പടികൾ കയറി, അല്ലെങ്കിൽ 40ാമത്തെ പടിയാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് ഇതിൽ 40ാമത്തെ ഉപദേശം അല്ലെങ്കിൽ 40ാമത്തെ പടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്? പരബ്രഹ്മാത്മനാ സ്ഥീയത. അഥ പരബ്രഹ്മാത്മനാ സ്ഥീയത. അപ്പൊ ഇതാണ് ലക്ഷ്യം. അത് വേണോ വേണ്ടോ തീരുമാനിച്ചിട്ട് മതി നമുക്ക് മുന്നോട്ട് പോകും, അല്ലേ? നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോയാൽ മതിയല്ലോ, അല്ലേ? അടുത്ത സിനിമാ തിയേറ്ററിലൊക്കെ പല സിനിമകളും കളിക്കുന്നുണ്ട്. പോണോ? പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് പോകാറുണ്ട്, അല്ലേ? ലങ്കാദഹനം എന്ന സിനിമയ്ക്ക് പേരിട്ടു പണ്ട്. എല്ലാ മുത്തശ്ശിമാരും പാവം രാമായണ കഥയായിരിക്കും, ഹനുമാന്റെ കഥയായിരിക്കും എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് ഓടിക്കൂടി. നോക്കിയപ്പോ അതിൽ രാമായണവും ഇല്ല, ഹനുമാനും ഇല്ല, സീതയില്ല, ലക്ഷ്മണനും ഇല്ല, രാമനും ഇല്ല, വേറെന്തൊക്കെയോ കഥയായിരുന്നു, അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ ആർക്കും വേണ്ടാന്ന് തോന്നില്ല. അതാണ് ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടതാണ് ഇതില് ആത്യന്തികമായിട്ട് പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം. പരബ്രഹ്മാത്മനാ സ്ഥീയത. എന്താണ് ഈ പരബ്രഹ്മാത്മനാ സ്ഥീയത? സ്ഥീയത എന്ന സ്ഥിതി ചെയ്യൂ എന്നൊരു ഉപദേശമാണ്. അങ്ങനെ സ്ഥിതി ചെയ്യൂ, യു ബി ദാറ്റ് എന്നാണ്. നീ അതായി ഇരിക്കൂ. ഏതായിരിക്കൂ? പരബ്രഹ്മാത്മന, പരബ്രഹ്മസ്വരൂപമായി ഇരിക്കൂ. നീ നിന്റെ സ്വരൂപം പരബ്രഹ്മമാണെന്ന് അറിഞ്ഞ് അതിൽ ഉറച്ചിരിക്കൂ. അപ്പോ നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താണ്? നിരന്തരം ദുഃഖ പരമ്പരകൾ, അല്ലേ? എന്നും ദുഃഖങ്ങളേ ഉള്ളൂ. ഭാഗവതത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം വിദുര മഹാശയൻ തന്റെ ഗുരുവായ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്. സുഖായ കർമാണി കരോതി ലോകഃ ന തൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയം തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ. അത് ലോകത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. സുഖായ കർമാണി കരോതി ലോകഃ. ലോകഃ സുഖായ കർമാണി കരോതി. ഈ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം സുഖത്തിനായിക്കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്.
ആരെങ്കിലും ദുഃഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നുണ്ടോ? ഒരാളും ഇല്ല, അല്ലേ? ദുഃഖത്തിന് വേണ്ടി ആരും പ്രവർത്തിക്കാറില്ല. അപ്പൊ എല്ലാവരും സുഖം വേണമെന്ന് പറഞ്ഞ് പ്രയത്നിക്കുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനിച്ചെന്ന് തുടങ്ങി അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. ഓരോ ദിവസവും നമ്മുടെ അധ്വാന ഫലം സുഖം കിട്ടണ്ടേ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എവിടെ ഇരിക്കണം? സുഖത്തിന്റെ നെറുകയിൽ ഇരിക്കണം, അല്ലെ? ഓരോ ദിവസവും നമ്മൾ പണിയെടുത്തതിനൊക്കെ റിസൾട്ടായിട്ട് സുഖം കിട്ടിയിരുന്നെങ്കിൽ സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം പ്ലസ് സുഖം, ഓരോ ദിവസവും സുഖം കൂട്ടി വെച്ച് നമ്മൾ സുഖത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കേണ്ടതാണ്. പക്ഷെ ഉണ്ടോ? സുഖായ കർമാണി കരോതി ലോകഃ ന തൈ സുഖം വാ തൈഹി സുഖം നവാ. ആർക്കും അതുകൊണ്ട് സുഖം കിട്ടുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ പിന്നെയും പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നെട്ടോട്ടം ഓടുന്നത് നിർത്തുന്നില്ല ആരും. കാരണം അവർക്ക് ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ന തൈ സുഖം വാ അന്യത് ഉപാരമം വാ. അന്യത് എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുഃഖം. ദുഃഖത്തിന്റെ ഉപാരമം അഥവാ ഉപരതി, വിശ്രാന്തി. ദുഃഖം ഒഴിഞ്ഞ് പോകുന്നില്ല, പിൻവാങ്ങുന്നതും കാണുന്നില്ല. ബിന്ദേത ഭൂയ തതയേവ ദുഃഖം. തതയേവ അതുകൊണ്ട് തന്നെ ഏതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട്, സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഭൂയഃ ദുഃഖമേവ ബിന്ദേത, വീണ്ടും വർദ്ധിച്ച ദുഃഖമാണ് പ്രാപിക്കുന്നത്, അനുഭവിക്കുന്നത്. എവിടെ നോക്കിയാൽ കാണാം നമുക്ക് ആളുകള് ഇന്നലത്തേനേക്കാൾ ദുഃഖിതരാണ് ഇന്ന്, ഇന്നത്തേനേക്കാൾ ദുഃഖിതരായിരിക്കും നാളെ. ഇത് ലോകത്തിൽ നമ്മൾ കാണുന്നതാണ്. അല്ലെങ്കിൽ ഓരോരുത്തരും പ്രായമാകുമ്പോ വൃദ്ധരായി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? എന്താണ് വൃദ്ധി എന്നുള്ള വാക്കിന് അർത്ഥം? വളർച്ചയാണ്, അല്ലേ? പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? വൃദ്ധരായ ആളുകളൊക്കെ തളർന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായിട്ട് തളർച്ച മാത്രമല്ല, മാനസികമായും എല്ലാം കൊണ്ടും തളർന്ന് തകർന്ന് ദുഃഖങ്ങളുടെ പട്ടികകൾ നിരത്താനേ ഉള്ളവർക്ക്. വൃദ്ധസ്താവത് ചിന്താസക്ത എന്ന് മറ്റൊരു കൃതിയിലെ ആചാര്യ ഭഗവത്പാദർ പറയുന്നു. എന്തുകൊണ്ടാണത്? വൃദ്ധസ്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി ഗോപിനസക്ത. അതുകൊണ്ട് എന്ത് ചെയ്യണു? ബാലസ്താവത് ചിന്താസക്ത, തരുണസ്താവത് തരുണീസക്ത, വൃദ്ധസ്താവത് ചിന്താസക്ത, പരമേ ബ്രഹ്മണി ഗോപിനസക്ത. ഇവിടെ പരബ്രഹ്മാത്മനാ സ്ഥീയത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരബ്രഹ്മത്തിൽ ആർക്കും താല്പര്യമില്ല എന്ന്. അതുകൊണ്ടാണ് അവരെല്ലാവരും ചിന്താസക്തരായി വൃദ്ധരാകുമ്പോൾ വൃദ്ധിയെ പ്രാപിക്കാതെ ക്ഷയത്തെ പ്രാപിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ഷയം പ്രാപിച്ചാൽ മതിയോ? എല്ലാവരും നമ്മുടെ വാർദ്ധക്യം ദുഃഖത്തിൽ മുഴുകി ആവലാദികൾ പറഞ്ഞുകൊണ്ട് ഒന്നിനും കൊള്ളാതെ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണോ നല്ലത്? അതോ യഥാർത്ഥ വൃദ്ധി എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും സന്തോഷത്തിന്റെ നിറവിലിരുന്നു കൊണ്ട് മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങൾ ഉപദേശം ചെയ്തുകൊണ്ടും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും ചുറ്റുപാടുകൾക്ക് നമ്മളാൽ ആവുന്ന ആനന്ദം നൽകിക്കൊണ്ടും കഴിയുന്നതല്ലേ യഥാർത്ഥ വൃദ്ധി? അപ്പൊ ആ വൃദ്ധിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ആ അറിവ് വേണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. അതാണ് സുഖായ കർമാണി കരോതി ലോകഃ ന തൈ സുഖം വാ അന്യതുപാരമം വാ വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം. അപ്പോ വിദുരൻ ചോദിക്കുകയാണ് മൈത്രേയ മഹർഷിയോട്, ഏതത്ര യുക്തം? അത്ര ഇൻ ദിസ് മാറ്റർ, ഈ ഒരു കാര്യത്തിൽ ഏത് യുക്തം? എന്താണ് പ്രോപ്പറായത്? എന്താണ് ചെയ്യേണ്ടത്? ശരി എന്താണ്? ഭഗവാൻ പദേ നഹ, ഭഗവാനായ അങ്ങ്, സർവജ്ഞനായ അങ്ങ് നഹവതേ, ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ് എന്ന് ആ ബഹുമാനപൂർവ്വം ഗുരുവിനോട് മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത് കാണാം. ഭാഗവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ ആരും ചോദിക്കുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല. ചിന്തിക്കാത്തത് കൊണ്ടാണ് ചോദിക്കാത്തത്. അപ്പൊ ഇവിടെ പരബ്രഹ്മാത്മനാ സ്ഥീയതാം എന്ന് പറഞ്ഞു. എന്താ പരബ്രഹ്മം? പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഏറ്റവും വലുതായിരിക്കാനാണ് നമ്മളോട് പറയുന്നത്. പരബ്രഹ്മാത്മനാ സ്ഥീയത എന്ന് പറഞ്ഞാൽ നീ നിന്റെ യഥാർത്ഥ വലുപ്പത്തിൽ, യഥാർത്ഥ മഹിമയിൽ പ്രതിഷ്ഠിതനായിരിക്കൂ. നാരായണ ഗുരുദേവന്റെ ദൈവദശകത്തിലെ അവസാന വരി അതാ പറയണത്, അല്ലേ?
ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആ പരബ്രഹ്മസ്വരൂപമായി ആഴമേറും നിൻമഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇപ്പൊ നിൻമഹസ്സാമാഴിയിൽ ആഴമേറിയതാണ്, അതിഗംഭീരമാണ്. ആ ഗംഭീരമായ ഭഗവാന്റെ ഈശ്വരന്റെ മഹസ്, ആ മഹാത്മ്യം, ആ തേജസ്, ജ്ഞാനപൂർണമായ ആ അവസ്ഥയിൽ ഞങ്ങള് മുഴുകിയിരിക്കണം എന്നാണ് പ്രാർത്ഥന. അത് തന്നെയാണ് ഇവിടെ പരബ്രഹ്മാത്മന സ്ഥീയത. അപ്പൊ ഏറ്റവും വലുതായിരിക്കൂ. അപ്പൊ വലുതായിരുന്നാലേ എന്തുള്ളൂ? വലുതായിരിക്കുന്നതാണ് സുഖം. സുഖം എന്നുള്ളത് വലുതിന്റെ പര്യായ ശബ്ദമാണ്. സുഖം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സുഷ്ടുഖം ആണ്, അല്ലെ? ചിന്തിച്ചിട്ടുണ്ടോ? ഖം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖം എന്നാൽ സ്പേസ്, ആകാശമാണ്. ആകാശത്തിന്റെ മുമ്പിൽ സു ചേർത്താൽ സുഖം, ഖമ്മിന്റെ മുമ്പിൽ ദു ചേർത്താൽ ദുഃഖം. അപ്പൊ ദുഷിച്ച ഖം ദുഃഖം, സുഷ്ടുവായ ഖം, ശോഭനമായ ഖം സുഖം. എന്താണ് സ്പേസിന്റെ അർത്ഥം? എന്താണ് ആകാശത്തിന്റെ അർത്ഥം? അവകാശം നൽകുന്നത്, അവകാശദായകത്വാദ് ആകാശ, അല്ലെ? ദാറ്റ് വിച്ച് അക്കോമഡേറ്റ്സ് ഈ സ്പേസ്. അപ്പൊ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് സുഖം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ആരാവണം? എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള വലുപ്പം ആർജിക്കാം. വലുതിൽ മാത്രമേ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ആര് വന്നാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇവിടെ കൊള്ളുന്നതിൽ അപ്പുറത്തേക്ക് ആൾക്കാർ വന്നാലോ, ഒരു 500 ആള് വന്നാൽ ഇത്തിരി പ്രയാസവും. ഒരു 100 ആളൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പൊ അക്കോമഡേഷൻ, എവിടെ എല്ലാറ്റിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുവോ അവിടെയാണ് സുഖം. സുഖത്തിന്റെ പര്യായം അക്കോമഡേഷനാണ്, ആകാശമാണ്, നല്ല ആകാശം. അപ്പൊ എവിടെയാണ് നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ. അതെങ്ങനെ പറ്റും? എല്ലാം ഞാനാണെന്ന് അറിയുമ്പോഴേ പറ്റും. എന്നിൽ നിന്ന് അന്യനായിട്ടുള്ള ഒന്നിനെയും എനിക്ക് പൂർണ്ണമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു പരിധിവരെയേ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ, സംശയത്തോടുകൂടി അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർ പോലും അത്രേ ഉള്ളൂ, അല്ലേ? ഭാര്യ ഭർത്താവിനെ നോക്കുന്നത് സംശയത്തോടു കൂടിയിട്ടാണ്, ഭർത്താവ് ഭാര്യയെ നോക്കുന്നത് സംശയത്തോടു കൂടിയിട്ടാണ്. എന്നെങ്കിലും ആ സംശയം സത്യമാണെന്ന് തെളിഞ്ഞാൽ അന്ന് പുറത്താണ്, അല്ലേ? അപ്പൊ ഈ ആളുകളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലും വളരെ സങ്കോചത്തോടു കൂടിയിട്ടാണ്, വളരെ സംശയത്തോടു കൂടിയിട്ടാണ്. അപ്പൊ എപ്പോഴേ നമുക്ക് എല്ലാവരെയും ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാം ഞാനാണ്, എല്ലാം ആത്മാവാണ് എന്ന് അറിയുമ്പോൾ. ആ അറിവാണ് ഇവിടെ പരബ്രഹ്മാത്മന സ്ഥീയത. നീ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന വസ്തുവാണ്. എന്താ ബ്രഹ്മം എന്ന് പറഞ്ഞാല്? ബ്രഹ്മശബ്ദത്തിന് വലുത് എന്നാണ് അർത്ഥം, അക്ഷരാർത്ഥം. അതിന് വേദത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉത്ഭവിക്കുന്നത്, എവിടെയാണോ എല്ലാം നിലനിൽക്കുന്നത്, എവിടേക്കാണോ എല്ലാം വിലയം പ്രാപിക്കുന്നത്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. ഇപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന വസ്തു, അതാണ് നീ എന്ന് ഉറയ്ക്കൂ. തത്വമസി എന്ന് ഗുരുനാഥൻ ഉപദേശിക്കുന്നു. അപ്പൊ നമ്മളത് അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിക്കുന്നു. അതിന്റെ പദ്ധതിയാണ് നമ്മുടെ ഈ സാധന എന്ന് പറയുന്നത്. അപ്പൊ ആ സാധനയെ സൂചിപ്പിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കൈവശം വേണം ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോ, അല്ലെ? വളരെ ദീർഘയാത്ര പോകുമ്പോ നിങ്ങൾ വെറും കൈയോടെ പോകുമോ? വെറും കൈയോടെ പോയാൽ ഒരു കാര്യവും വേണ്ടതുപോലെ ആവില്ല, ലക്ഷ്യത്തിൽ എത്തില്ല നമ്മൾ. അപ്പോ പോകുന്ന വഴിയിൽ കഴിക്കാനുള്ള ഭക്ഷണം, പാഥേയം വേണം, മറ്റ് വസ്ത്രങ്ങൾ വേണം, മറ്റു പല സാമഗ്രികളും വേണം നമുക്ക് കുറെ കാലം താമസിച്ചു പോകണമെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണം. അപ്പൊ അതുപോലെ ഇവിടെയും ഈ പരബ്രഹ്മാത്മനാ സ്ഥീയത എന്നുള്ള ആ ലക്ഷ്യത്തില് നമുക്ക് എത്തിച്ചേരാനായിക്കൊണ്ട് ഈ ഒരു യാത്രയിൽ ഈ സോപാനങ്ങൾ കയറി ചെല്ലാനായിക്കൊണ്ട്
എന്തൊക്കെയാണോ ഇതിൽ ഉപദേശിച്ചിരിക്കുന്നത് ആചാര്യ ഭഗവത്പാദര്, ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, നമ്മുടെ സ്വന്തമായിരിക്കണം, നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ സാധന പഞ്ചകം. ഹ്രസ്വത്തിൽ സാധന പഞ്ചകം എന്ന് പറയുമ്പോൾ സാധനാനി എന്ന് പറഞ്ഞാൽ ഉപകരണാനി. എന്തൊക്കെ ഉപകരണങ്ങൾ, എന്തെല്ലാം യോഗ്യതകൾ നമ്മുടെ കൈവശം വേണോ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഞ്ചകം. അപ്പോ എന്താണ് സിദ്ധി? പരബ്രഹ്മാത്മന സ്പീയത. ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുമ്പോ മാത്രമേ നമുക്ക് ആത്യന്തികമായ ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നുള്ളൂ, പരമാനന്ദ പ്രാപ്തി ഉണ്ടാകുന്നുള്ളൂ. യത് ഭൂമാ തത് സുഖം. ഉപനിഷത്ത് പറയും എവിടെയാണ് സുഖമുള്ളത്? യത് ഭൂമാ തത് സുഖം. ഭൂമ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ പര്യായമാണ് വലുത് എന്ന് തന്നെയാണ്. അപ്പൊ എവിടെയാണോ നിങ്ങൾ വലുതാവുന്നത് അപ്പോഴാണ് സുഖം. നാൽപേ സുഖമസ്തി, അല്പേ ന സുഖമസ്തി. അല്പത്തിൽ സുഖമില്ല. അല്പം എന്നുള്ളത് ദുഃഖമാണ്. ദുഃഖത്തിന്റെ മറ്റൊരു പേരാണ് അല്പം എന്നുള്ളത്. അപ്പൊ അല്പമായിരുന്നാൽ നമ്മൾ എന്താ പറഞ്ഞ നമ്മുടെ അല്പത്വം? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഭാവം അല്ലേ? ഈ ശരീരവും ഈ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെ പരിമിതമായിട്ടുള്ള കുറച്ച് വസ്തുക്കളുടെ സംഘാതമാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള ഇതാണ് നമ്മുടെ ഇന്നത്തെ ദുഃഖം. അപ്പൊ ഈ ദുഃഖത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ എന്ത് വേണം? ഇതൊന്നും അല്ല ഞാനെന്ന് അറിയുകയും വേണം. ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കണമെങ്കിൽ ഇതെല്ലാം എനിക്കുള്ള ഉപാധികൾ മാത്രമാണ്. വാസ്തവത്തിൽ ഞാൻ ശരീരത്തിൽ പ്രകാശിക്കുന്നു, ഇരിക്കുന്നു. ഞാൻ വീട്ടിലിരിക്കുമ്പോ വീട് ഞാനാണോ? വീട് എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ നിർമ്മിച്ചതാണ്. ആ വീട് എനിക്കൊരു ഭാരമായി മാറാൻ പാടുമോ? എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ നമ്മൾ വീടുണ്ടാക്കുമ്പോ ചിന്ത വേണം അല്ലേ? സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഓർമ്മ വേണം, ഭാരമാകാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നാളുകൾക്ക് അതൊന്നും ഓർമ്മയില്ല, അങ്ങനെ ഭാരമായി തീരുകയാണ്. അപ്പൊ അതുപോലെ ഈ ശരീരം നമുക്കുള്ള ഒരു ഉപാധിയാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കുമാരസംഭവത്തിൽ മഹാദേവൻ പാർവതീദേവിയോട് പറയുകയാണ്. നീ ഈ ശരീരത്തെ ഇങ്ങനെ ശോഷിപ്പിക്കാതെ. ദേവി അപർണയായി മാറി അല്ലേ? പർണങ്ങൾ പോലും ഉപേക്ഷിച്ച്, ഇല കഴിക്കുന്നത് പോലും ഉപേക്ഷിച്ച് വെലിഞ്ഞു വെലിഞ്ഞു വെലിഞ്ഞ് ഉണങ്ങി. ആ സമയത്താണ് ഒരു ഭിക്ഷുവിന്റെ വേഷത്തിൽ, ഒരു ബ്രഹ്മചാരിയായിട്ട് ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഈ ദേവിയെ പരീക്ഷിക്കുന്നതും ശിവനെ കുറിച്ച് കുറെ നിന്ദിച്ചു പറയുന്നതും. ഇതൊക്കെ കേട്ടിട്ടും ദേവി ഇളകുന്നില്ല, തപസ്സിൽ നിന്ന് ഇളകുന്നില്ല, തന്റെ നിശ്ചയത്തിൽ നിന്ന് ഇളകുന്നില്ല. അപ്പൊ ഈ ശരീരത്തെ ഇങ്ങനെ നശിപ്പിക്കരുതേ. ഈ ശരീരം ഉണ്ടെങ്കിലേ നിനക്ക് നിന്റെ ലക്ഷ്യം സാധിക്കാൻ പറ്റുള്ളൂ, ധർമ്മം സാധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ധർമ്മസാധനമായത് ശരീരമാണ്, നശിപ്പിക്കരുതേ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ധർമ്മസാധനമാണ്, ഒരു ഉപകരണമാണ്, ഒരു വാഹനമാണ്, ഈ ഉപാധിയാണ് ഈ ശരീരം എന്നുള്ളതായിട്ടുള്ള അറിവോടുകൂടി വേണം നമ്മൾ ജീവിക്കാനായിക്കൊണ്ട്. അല്ലാതെ ഞാൻ ശരീരം, ദേഹോഹം എന്ന് വിചാരിക്കാതെ ദേഹേഹം, ഒരു ചെറിയ സ്പെല്ലിംഗ് മാറ്റേ ഉള്ളൂ അല്ലെ? ദേഹോഹം എന്ന് പറഞ്ഞാൽ എന്തായി? ദേഹ അഹം, ഞാൻ ദേഹമാകുന്നു. അതിലെ ആ ഒരു ഹോ എന്നുള്ളതിന്റെ ഓകാരത്തെ വെട്ടിക്കളഞ്ഞ് ഏകാരമാക്കി മാറ്റുക. ദേഹേ അഹം, അഹം ദേഹേ വസാമി, ഞാൻ ദേഹത്തിൽ വസിക്കുന്നു. അപ്പൊ ദേഹം എന്റെ ഗൃഹമാണ്, ദേഹം എനിക്ക് ഉപാധിയാണ് എന്നുള്ളൊരു അറിവ് എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണം, അനുഗ്രഹിക്കണം. അപ്പോഴേ നമുക്ക് ദേഹത്തിന് കേടുപറ്റിയാലും ഞാൻ നശിച്ചു എന്ന് ആരും പറയില്ല. ദേഹം മരിച്ചു പോയാലും ഞാൻ മരിച്ചു എന്ന് ആരും പറയില്ല. ദേഹം എന്ന് പറഞ്ഞാൽ ദഹിക്കുന്നതാണ്, ശരീരം എന്ന് പറഞ്ഞാൽ ജീർണിക്കുന്നതാണ്. ശീര്യമാണത്വ ശരീര. അപ്പൊ അത് അതിന്റെ ധർമ്മം ചെയ്യുന്നു. ആത്മാവായിട്ടുള്ള ഞാനോ ന ജായതേ നോ മ്രിയതേ വാ കഥാചിത്. അത്യാവശ്യമാണെങ്കിൽ എടുക്കും, പുറപ്പെട്ടു.
അപ്പൊ ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം. ഇതാണ് ലക്ഷ്യം. ഈ ഒരു പരബ്രഹ്മാത്മനാ സ്ഥിയത, പരബ്രഹ്മമാണ് ഞാനെന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുക. അതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുക. ബ്രഹ്മനിഷ്ഠ, ബ്രഹ്മണി നിഷ്ഠ, അഹം ബ്രഹ്മാസ്മീതി നിഷ്ഠ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ നിതരാം സ്ഥിതി, ഉറച്ച അവസ്ഥ, നന്നായി ഉറച്ച അവസ്ഥയാണ് നിഷ്ഠ. അപ്പൊ അതിലേക്ക് എത്താനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്നുള്ളതാണ് ഈ പറഞ്ഞ 39 ഉപദേശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. 39 പടികൾ. അപ്പൊ അതിന് ഡൂസ് ഉണ്ട്, ഡോൺസ്. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ, അകാര്യങ്ങൾ. ഇന്നത് ചെയ്യരുത്, ഇന്നത് ഉപേക്ഷിക്കണം, ഇന്നത്. ഇത് നമ്മുടെ വേദങ്ങളിൽ ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. മതഗ്രന്ഥങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ചില മതഗ്രന്ഥങ്ങൾ ഒഴിച്ച്. കാരണം അത് എന്താ പറയാ, മതം എന്നാൽ അറിവാണ്. അപ്പൊ ആ ഒരുത്തന്റെ ഉപദേശിക്കുന്നവന്റെ അറിവനുസരിച്ചിരിക്കും അവന്റെ ഉപദേശവും അവന്റെ ജീവിതവും, അവൻ ആർക്ക് ഉപദേശിക്കുന്നു അവരുടെ ജീവിതവും. അപ്പൊ അതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ ബാധിക്കപ്പെടും. അവരുടെ മാത്രം പ്രശ്നമല്ലാതെ ലോകത്തിന് മുഴുവൻ പ്രശ്നമായിട്ട് വരും അങ്ങനെയുള്ള ആളുകൾ. അല്ലെ, ഇതാണ് ഞങ്ങളുടെ മതം, ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, ഞങ്ങളുടെ മതത്തിനനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചോളണം, അതല്ലാത്തവരെയൊക്കെ ഈ മതത്തിൽ തന്നെ, മതഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തീർത്തോളാൻ. അപ്പൊ അത് മതമല്ല പറയുക, അത് അജ്ഞാനമാണ്, മൂഢതയാണ്. അത് തിരുത്തേണ്ടതുണ്ട്. തിരുത്താൻ ദൈവം തന്നെ വിചാരിക്കണം. അല്ലേ? ഇത് ഈ അറിവില്ലാത്ത കൂട്ടത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കട്ടെ ഭഗവാൻ. ഈ ലോകത്തെ സ്വർഗമായിട്ട് കഴിയുന്നതിന് പകരം നരകമാക്കി മാറ്റുന്നതിൽ അവര്, ആ മതമാണ് അവരെ വഴിതെറ്റിക്കുന്നത്. അപ്പൊ അതിരിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് പടികളിലേക്ക് കയറാം. ഒന്നാമത്തെ പടിയിലേക്ക് കയറാം. അഥവാ ആദ്യത്തെ 8 ഉപദേശങ്ങളുള്ള സാധന പഞ്ചകത്തിലെ ആദ്യ ശ്ലോകം. വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേ സസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഗഃ പരിദൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം. ഈ ഉപദേശ പഞ്ചകം ആചാര്യ ഭഗവത്പാദര് തന്റെ എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ് എല്ലാ കൃതികളും രചിച്ചു, എല്ലാവർക്കും കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം ലോകസംഗ്രഹത്തിനായി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം ദേഹം ഉപേക്ഷിക്കാനുള്ള ഒരു ഒരുക്കം ആണെന്ന് അറിഞ്ഞവരായ ശിഷ്യഗണങ്ങള് അദ്ദേഹത്തോട് സമീപിച്ചുകൊണ്ട് അങ്ങിപ്പോ ഒരുപാട് കാര്യങ്ങള് ചെയ്തു, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു, ഭാഷ്യങ്ങൾ രചിച്ചു, പ്രകരണ കൃതികൾ രചിച്ചു, സ്തോത്രകൃതികൾ രചിച്ചു, തന്ത്രശാസ്ത്ര കൃതികൾ രചിച്ചു, എല്ലാം ചെയ്തു. ഇതിന്റെയൊക്കെ സാരമായിട്ട് ലോകത്തിന് കൊടുക്കാനുള്ളതായിട്ടുള്ള ഒരു ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഉപദേശം കൊടുത്തത് എന്നാണ് ആചാര്യ ചരിത്രത്തിലെ പ്രതിപാദിക്കുന്നത്. അപ്പോ ആ ഉപദേശം 40 ഉപദേശങ്ങളെ കൊണ്ട് ഈ സാധന പഞ്ചകം എന്നുള്ളതായിട്ടുള്ള ഈ ഒരു ചെറിയ കൃതിയെ അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു. അപ്പോ ആ എന്താ പറയാ, ശങ്കരാചാര്യന്റെ അറിവിന്റെ മുഴുവൻ സാരമായിട്ടുള്ള അവസാനത്തെ ഉപദേശം കൂടിയാണ് എന്ന് പറയുമ്പോൾ അതിനോട് നമ്മുടെ സമീപനം ഗൗരവത്തോടു കൂടിയാണ്. അല്ലാതെ 5 ശ്ലോകങ്ങളിലെ ചെറിയൊരു കൃതി എന്ന് വിചാരിക്കാൻ പാടില്ല. ഗൗരവമേറിയ കൃതിയാണ്, മഹത്തായ കൃതി തന്നെയാണ്. അതിന്റെ വിഷയം ഗംഭീരമാണ്. വേദോ നിത്യം അധീയതാം, വേദ നിത്യം അധീയതാം. വേദ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സനാതന ധർമ്മത്തിന്റെ പ്രമാണമായിരിക്കുന്ന ഗ്രന്ഥം.
വേദോഖിലോ കർമ്മമൂലം. അഖില ധർമ്മങ്ങൾക്കും മൂലമായിരിക്കുന്നത് വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്നാണ് അർത്ഥം. വിദുജ്ഞാനേ, ജ്ഞാനം എന്നുള്ളതായിട്ടുള്ള വിഷയമാണ് വേദം. അപ്പൊ എന്തിനുള്ള ജ്ഞാനം? ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്താണ് ജീവിത ലക്ഷ്യം, നിങ്ങൾ ആരാണ്, നിങ്ങളും ഈ ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ്, നിങ്ങൾക്ക് എന്തു ചെയ്താൽ സുഖമുണ്ടാകും, എന്തു ചെയ്താൽ ഏത് ഫലം കിട്ടും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വേദത്തിൽ വിഷയമായിട്ടുണ്ട്. അപ്പൊ അറിവിന്റെ സമുച്ചയമാണ്, ബോഡി ഓഫ് നോളജ് എന്ന് പറയാം ഈ വേദത്തെ. അറിവിന്റെ സമാഹാരം. കാലാകാലങ്ങളായി സത്യാന്വേഷികളായിട്ടുള്ള നമ്മുടെ എത്രയോ പൂർവീകരായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെ തപസ്സുകൊണ്ട് അന്വേഷണം ചെയ്ത് കണ്ടെത്തിയ പ്രപഞ്ച സത്യങ്ങൾ, അതാണ് വേദം. അത് ഈശ്വര കൃതമാണ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതോടൊപ്പം തന്നെ പ്രപഞ്ച നിർമ്മാതാവായ ഈശ്വരൻ തന്നെയാണ് ഈ അറിവിനെയും ലോകത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത്. അത് ഏത് കാലത്തും ആരന്വേഷിച്ചാലും അന്വേഷണം ശരിയായ രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം കണ്ടെത്താം. അപ്പൊ നിങ്ങൾ ഈ വേദഗ്രന്ഥങ്ങളെല്ലാം കൂട്ടി കത്തിച്ചു കളഞ്ഞാലും എത്ര കാലം കഴിഞ്ഞ് വേദങ്ങളെ കുറിച്ച് ആരും ഒരു പരാമർശവും ചെയ്യാതെ തലമുറകൾ കഴിഞ്ഞു പോയാലും എന്നെങ്കിലും ഒരു സത്യാന്വേഷി ഉണ്ടായാൽ അയാൾ അന്വേഷിച്ചാൽ, അയാളുടെ അന്വേഷണം നേരായ വഴിക്ക് തിരിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നതും എന്താണ്? ഈ പ്രപഞ്ച സത്യങ്ങളാണ്. അതുകൊണ്ട് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള പ്രധാന ആശയങ്ങളെല്ലാം യൂണിവേഴ്സലാണ്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഉള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമാണ് വേദത്തിന്റെ വിഷയം. പിന്നെ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളിൽ പലതും വിശേഷമായിട്ട് ഉപദേശിക്കേണ്ടത് ആവശ്യക്കാർക്ക് മാത്രമേ വേണ്ടൂ. കർമ്മകാണ്ഡത്തിൽ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങൾക്ക് ഇന്ന കർമ്മഫലം വേണം, ഇന്നത് വേണം, സ്വർഗം വേണം എന്ന് ആഗ്രഹിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി വേദം കാണിച്ചു തരും. വേദത്തില് സ്വർഗമല്ല പരമം, സ്വർഗമല്ല ആത്യന്തികം, അത് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഭഗവാൻ ഗീതയിൽ പരിഹസിക്കുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിഭശ്ചിതഃ വേദവാദരദാഃ പാർത്ഥ മാന്യതസ്തീതി വാദിനഃ കാമാത്മാനസ്വർഗഫലാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാബഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാദൗ ന വിധീയത്തെ. ഇങ്ങനെ പല ഭാഗത്തും 9-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ ഈ വേദത്തിലെ പല കാര്യങ്ങളും തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകളെ പരിഹസിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പൊ വേദത്തിന്റെ ലക്ഷ്യം എന്തല്ല? സ്വർഗമല്ല. വേദത്തിലെ വിഷയം എന്താണ്? ഏറ്റവും പ്രധാന വിഷയം പ്രപഞ്ച സത്യം, ബ്രഹ്മം. ബ്രഹ്മമാണ് അതിലെ വിഷയം എന്നുള്ളത് വേദത്തിന്റെ പര്യായം തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മശബ്ദത്തിന് വേദം എന്ന അർത്ഥം. ഏറ്റവും വലിയ വിഷയത്തെയാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ വേദത്തെ നിത്യം അധീയതാം. അതെന്താ, ഗുരുകുലത്തിൽ പഠിച്ചാൽ പോരെ, അത് കഴിഞ്ഞ് മതിയാക്കിക്കൂടെ? അല്ലെ, നമ്മുടെ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെയാണ്. ഗുണഘോഷം നമ്മൾ ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അന്ന് പഠിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അന്ന് നമ്മള് മാത്തമാറ്റിക്സിൽ എന്തൊക്കെയോ തിയറികൾ പഠിച്ചു. ഇപ്പൊ ആവശ്യമുണ്ടോ? കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? നമ്മുടെ ജീവിതത്തില് നമ്മൾ അത് അനുസ്മരിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ ആവശ്യമില്ലാത്ത പലതും നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചു. അത് പരീക്ഷ കഴിഞ്ഞതോടുകൂടി നമ്മൾ മറക്കുകയും ചെയ്തു. അതുപോലെയാണോ ഈ വേദം 10-12 കൊല്ലം ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ച് അതോടുകൂടി മതിയാക്കി പരീക്ഷ കഴിഞ്ഞ് പാസ്സായി നീ ഇനി വേദം തൊടണ്ടാന്നാണോ വേദം തന്നെ പറയുന്നത്? അല്ല. എല്ലാം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥിയോടാണ് വേദത്തില് യജുർവേദത്തിലെ തൈത്തിരീയ ഉപനിഷത്തിൽ വരുന്നതായിട്ട് ശിക്ഷാവല്ലി എന്ന് പറയുന്ന ഭാഗത്ത് ഉപദേശം കൊടുക്കുന്നത്.
വേദമനുച്യാചാര്യോ ദേവാസിനമനുശാസ്തി. വേദം അനുച്യ, വേദത്തെ താൻ ചൊല്ലിക്കൊടുത്തത് അനുവദിച്ച് തിരിച്ചു പറഞ്ഞ് ആചാര്യൻ അന്തേവാസിയോട്, തന്റെ അടുത്ത് വസിച്ചിരുന്ന ആ ശിഷ്യനോട് ഉപദേശിക്കുന്നു. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദ. നോക്കൂ, മൂന്നാമത്തെ ഉപദേശം സ്വാധ്യായാത്മാ പ്രമദ. സ്വാധ്യായത്തിൽ നിന്ന് നിനക്ക് പ്രമാദമുണ്ടാവരുത്, വീഴ്ചയുണ്ടാകരുത്, ആലസ്യമുണ്ടാകരുത് എന്ന് പറഞ്ഞ് പിന്നെ ഒരു ഭാഗത്ത് 14 പ്രാവശ്യം പറയുന്നുണ്ട്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന്. സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രമാദമുണ്ടാവരുത്, വീഴ്ചയുണ്ടാകരുത്, നിത്യവും ചെയ്യണം. അപ്പൊ ഈ ഗുരുകുലത്തിൽ പഠിച്ചുപോയ അവനവന്റെ വേദങ്ങള്, ഏത് വേദശാഖയാണോ അവനവൻ പഠിച്ചിട്ടുള്ളത്, അതൊക്കെ ഗുരുകുലത്തിൽ ചെല്ലുമ്പോ തന്നെ നിശ്ചയിച്ച് ഇന്ന ഭാഗം നീ പഠിക്കണം. ഋഗ്വേദികൾ ഉണ്ടാവും, യജുർവേദികൾ ഉണ്ടാവും, സാമവേദികൾ. അപ്പൊ അതാണ് ഗുരുകുലങ്ങളൊക്കെ വ്യത്യസ്തങ്ങളുമായിരിക്കും. ഋഗ്വേദം പഠിപ്പിക്കുന്ന ഗുരുകുലം ഒന്ന്, യജുർവേദം പഠിപ്പിക്കുന്ന ഗുരുകുലം ഒന്ന്, സമ്പ്രദായങ്ങൾ വേറെ. അതിൽ തന്നെ ഏതേത് ശാഖകൾ പഠിക്കണം, മുഴുവൻ പഠിക്കണം എന്നില്ല. ഇങ്ങനെ പല വിഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതാണ് അവനവന്റേതായിട്ടുള്ള വേദങ്ങളെ അവനവൻ നല്ലതുപോലെ നിത്യവും അധ്യായം ചെയ്യണം, അധ്യയനം ചെയ്യണം. സ്വാധ്യായം, സ്വയമേവ അധ്യയനം ചെയ്യുന്നത്, സ്വസ്യയേവ വേദസ്യ അധ്യായ എന്ന് കൂടി അർത്ഥം. അതാണ് സ്വാധ്യായം. അവനവന്റെ വേദങ്ങളുടെ അധ്യയനം അവനവൻ സ്വയമേവ അഭ്യസിക്കുന്നത് സ്വാധ്യായം. ഒപ്പം എന്ത് ചെയ്യണം? പ്രവചനവും കൂടി ചെയ്യണം. പ്രവചനം എന്ന് പറഞ്ഞാല് താൻ പഠിച്ചതിനെ വരും തലമുറകൾക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ട് ചുറ്റുപാടുള്ളവർക്ക്, തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക്, തന്റെ കുട്ടികൾക്ക് ഒക്കെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. അവരെയും ഈ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ശാസ്ത്രങ്ങള് വേദങ്ങളിൽ തന്നെ, ഉപനിഷത്തുകളിൽ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. നിരന്തരം സ്വാധ്യായം തുടർന്നുകൊണ്ടേയിരിക്കണം, ഒരിക്കലും പ്രമാദമുണ്ടാകരുത്. അതാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദ് പറഞ്ഞ വേദോ നിത്യം അധീയത. വേദം, ഈ അറിവ് നിങ്ങൾക്ക് എന്നും അനുഗ്രഹമായിരിക്കണമെങ്കിൽ, അത് മറക്കാതിരിക്കണമെങ്കിൽ അതിനെ നിരന്തരം അധ്യയനം ചെയ്യണം, അനുസന്ധാനം ചെയ്യണം. നമ്മള് വീട്ടിലെ വിളക്ക്, പണ്ടൊക്കെ റാന്തല വിളക്കും ചെമ്മിനി വിളക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതിന്റെയൊക്കെ ഗ്ലാസ് ദിവസവും തുടച്ചു വെച്ചില്ലെങ്കിൽ ആ വിളക്ക് ഉള്ളിലുണ്ടെങ്കിൽ, കത്തുണ്ടെങ്കിലോ അറിയാൻ പറ്റുമോ? ഇതുപോലെയാവും നമ്മൾ നിത്യവും അഭ്യസിക്കേണ്ടത്. അഭ്യസിക്കാതിരുന്നാൽ ഏത് വിദ്യയും കെട്ടുപോകും, അല്ലേ? ഇപ്പൊ വിദ്യ മറന്നു പോകാനിടയുണ്ട്. അതുകൊണ്ട് അറിവ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അനുസന്ധാനം ചെയ്യണം. വേദോ നിത്യമധീയത, ഇതായിരിക്കണം നമ്മുടെ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ടോ? ഏറ്റവും വലിയ ആപത്തല്ലേ? ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഈ വേദം ഗുരുകുലത്തിലും പോയി അഭ്യസിക്കുന്നില്ല, നിത്യവും അഭ്യസിക്കുന്നില്ല. അതിപ്പോ എത്ര ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ചവര് എന്നുള്ളവർ പോലും, എല്ലാ പ്രിവിലേജസും ഉണ്ടായിട്ട് പോലും ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ബ്രാഹ്മണ ജന്മം എന്ന് ചിലർ പറയുന്നു. ഞങ്ങൾ ജന്മം കൊണ്ടേ ബ്രാഹ്മണരാണ്. അവര് ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും ബ്രാഹ്മണരാവണം. അപ്പൊ അവരുടെ മുഖ്യ കർമ്മം എന്താണ്? വേദാധ്യയനം. അത് സ്വാധ്യായം ചെയ്യുകയും പ്രവചനം ചെയ്യുകയും ചെയ്യണം. അധ്യയനം, അധ്യാപനം അത് ബ്രാഹ്മണന്റെ കർമ്മമാണ്, മുഖ്യ കർമ്മമാണ്. അധ്യയനം, അധ്യാപനം. അതോടൊപ്പം അവൻ ഉപജീവനത്തിനായിക്കൊണ്ട് പറഞ്ഞതാണ് യജനം, യാചനം. സ്വയം പൂജകൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി പുരോഹിതനായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ദാനം സ്വീകരിക്കാം. ധാരാളം കയ്യിലുണ്ടെങ്കിൽ എന്ത് വേണം? കൊടുക്കുകയും വേണം. ബ്രാഹ്മണനാണെങ്കിലും അയാളുടെ കയ്യിൽ ധനം ധാരാളം ഉണ്ടെങ്കിൽ അയാൾ കൊടുക്കാനും ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ധനം ആരുടെ കയ്യിലാണെങ്കിലും അത് ദോഷം ചെയ്യും. അതൊക്കെ വളരെ ശാസ്ത്രങ്ങളില് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദോ നിത്യമധീയത, ഈ ഒരു കാര്യം തന്നെ നമുക്ക് 5 ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കാം. അത്രയും വിഷയം ഉള്ളതാണ് ഈ ഒരൊറ്റ ഉപദേശം. വേദോ നിത്യമധീയത
തദുദിതം കർമ്മ സ്വനുഷ്ഠീയതാം. തദുദിതം എന്നാൽ തേന ഉദിതം, തേന വേദേന ഉദിതം. ആ വേദങ്ങളാൽ പറയപ്പെട്ട, ഉദിതം എന്നാൽ പറയപ്പെട്ടത് എന്നർത്ഥം. തദുദിതം കർമ്മ, അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മ സു അനുഷ്ഠീയത, സ്വനുഷ്ഠീയത, സുഷ്ടുവായി ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്തവ്യം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കർമ്മമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? മനുഷ്യരായി ജനിച്ചാൽ മരണം വരെയും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മമില്ലാതെ ആർക്കും ജീവിക്കാനാവില്ല. അവനവന്റെ ശരീരയാത്ര പോലും നടത്താൻ സാധിക്കില്ല. ഭഗവാൻ ഗീതയിൽ അതൊക്കെ ഉറപ്പിച്ച് ഉപദേശിക്കുന്നുണ്ട്. ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധേ അകർമ്മണഃ. അകർമ്മണഃ തേ ശരീരയാത്രാപി ന പ്രസിദ്ധേ. നീ കർമ്മം ചെയ്യാതിരുന്നാൽ നിന്റെ ശരീര നിലനിൽപ്പ് പോലും അപകടത്തിലാവും. അപ്പൊ നമ്മൾ ദിവസവും ശരീരത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യാതിരിക്കാൻ ആർക്കും ആവില്ല. അപ്പൊ നമുക്കൊക്കെ കർമ്മങ്ങളുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയുള്ള കർമ്മങ്ങളാണ്? പുണ്യവാസം. ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അവരവർക്ക് തോന്നിയത്. ഇവിടെ എന്താ പറഞ്ഞത്? തദുദിതം കർമ്മ സ്വനുഷ്ഠീയത. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേദം എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ, സമർപ്പണമുണ്ടെങ്കിൽ. ഇന്ന് കാലത്ത് അതിനൊന്നും ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ഏത് വേദവും പഠിക്കാനും എല്ലാ വ്യവസ്ഥകളും ഉണ്ട്. സമർപ്പിതരായിരിക്കണം. വെറുതെ അരമണിക്കൂർ കൊണ്ട് MBBS പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആരെങ്കിലും ഉണ്ടോ അരമണിക്കൂർ കൊണ്ട് MBBS പഠിച്ചത്? അതുപോലെ അരമണിക്കൂർ കൊണ്ട് വേഗം പഠിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? MBBSനേക്കാൾ എത്രയോ വലിയ സംഭവമാണത് വേദം. അപ്പൊ അതിന് കമ്മിറ്റ്മെന്റ് വേണം. അപ്പൊ ആർക്കാണോ കമ്മിറ്റ്മെന്റ് ഉള്ളത്, ശ്രദ്ധയുള്ളത്, അവർക്കുള്ളതാണ് വേദപഠനം. അപ്പൊ ശ്രദ്ധയില്ലാത്തവർക്ക്, അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവർക്ക്, താല്പര്യമില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വേദത്തിന്റെ തന്നെ വ്യാഖ്യാനങ്ങളായിട്ടുള്ള ഇതിഹാസ പുരാണങ്ങളും മറ്റുമൊക്കെ. അങ്ങനെയുള്ള സാഹിത്യങ്ങൾ. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്. വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ ഉപബൃംഹണം ചെയ്യണം, വിസ്തരിക്കണം, വ്യാഖ്യാനിക്കണം. അപ്പൊ ഇതിഹാസ പുരാണങ്ങൾ വേദത്തിന്റെ വ്യാഖ്യാനം തന്നെയാണ്. അപ്പൊ അതിന്റെയൊക്കെ സാരമാണ് സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ആ ഗീതയാകുന്ന അമൃത്, ഈ വേദമാകുന്ന എല്ലാ പശുക്കളുടെയും പാലിന്റെ സാരമാണ്. അപ്പോ എല്ലാവർക്കും വേദം പഠിക്കാൻ യോഗ്യതയില്ല. യോഗ്യതയില്ല എന്ന് അവരവർ തന്നെ തീരുമാനിക്കുന്നതാണ്, അല്ല വേറെ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നീ യോഗ്യതയില്ലാത്തവനാണെന്നാണ് അർത്ഥം. നിന്നെ കൊണ്ട് പഠിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് കൊള്ളരുതായ്മയാണ്. കാരണം ഇത്രയും വലിയ അറിവ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വേദത്തിൽ ഋഷീശ്വരന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ആർക്കെങ്കിലും നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. അത് നിഷേധിക്കപ്പെട്ടു കുറെ കാലത്തേക്ക്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒരു വലിയ ഒരു തെറ്റായിട്ട് ഭവിച്ചിട്ടുള്ളത്. അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോഴൊക്കെ കാണുന്നത്. അപ്പൊ വേദം ആർക്കും അധ്യയനം ചെയ്യാം. പക്ഷെ വേണ്ടത് യോഗ്യതയാണ്. യോഗ്യത എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം. അതുകൊണ്ട് വേദം വേണ്ട പോലെ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അതിന് ഗുരുക്കന്മാരുടെ സഹായത്തോടുകൂടി മാത്രമേ അതിന്റെ വ്യാഖ്യാനമൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിലൊക്കെ താല്പര്യമുള്ളവർ അത് പഠിച്ചാൽ മതി. അതല്ലാത്തവർക്ക് ഇതിഹാസ പുരാണങ്ങളും മറ്റു ധർമ്മശാസ്ത്രങ്ങളും സ്മൃതികളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അതൊക്കെ പഠിച്ചാൽ മതി. അതിൽ ഏതെങ്കിലും പഠിച്ചാൽ മതി. ആവശ്യത്തിനുള്ളത് പഠിച്ചാൽ മതി. മറ്റുള്ളവരെ പഠിപ്പിക്കാനേ നമുക്ക് കൂടുതൽ അറിവ് വേണ്ടു. നമ്മുടെ ആവശ്യത്തിന് അല്ലെ, നമ്മുടെ വിശപ്പ് മാറ്റാൻ നമുക്ക് എത്ര വേണം? 3 നേരം ആവശ്യത്തിനേ വേണ്ടു. നാട്ടുകാരെ മുഴുവൻ ഊട്ടണമെങ്കിൽ എന്ത് വേണം? കലവറ നിറച്ച് സാധനങ്ങൾ ഉണ്ടാവണം. വലിയ വലിയ പാത്രങ്ങളില് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം.
അപ്പൊ ആചാര്യന്മാർക്ക് ഇതെല്ലാം അറിവ് വേണം. അതല്ലാത്തവർക്ക് നിത്യജീവിതത്തിൽ ഇത് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല. മിനിമം വേണ്ടത് മാത്രം മതി. പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മം, ഇന്നത്തെ ആളുകൾ ചെയ്യുന്ന കർമ്മം ദാന്തോനിത്തമാണ്. അതല്ല ചെയ്യേണ്ടത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തതുദിതം കർമ്മ സു അനുഷ്ഠീയതാം. സു അനുഷ്ഠീയത എന്ന് പറഞ്ഞാലോ നന്നായി ചെയ്യണം, വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം. അരുതാത്തത് ചെയ്യുകയും അരുത്. അപ്പൊ വേദത്തിൽ വേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടതുപോലെ ചെയ്യണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുകയല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിത രീതി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ധർമ്മങ്ങൾ, വർണ്ണാശ്രമ ധർമ്മങ്ങൾ, വ്യക്തിധർമ്മങ്ങൾ, അല്ലേ? മുഖ്യധർമ്മം എന്താണ്, ഗൗണധർമ്മം എന്താണ്, ഇതൊക്കെ വിശേഷിച്ച് ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് ജീവിക്കലാണ് തതുദിതം കർമ്മ സു അനുഷ്ഠീയത. അപ്പൊ നമുക്ക് എന്തില്ല, വഴിതെറ്റില്ല. ഇപ്പൊ നമ്മൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്, താന്തോന്നികളായി. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വയം വഴി അറിയണം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് എങ്കിലും അനുസരിക്കണം. വേണ്ടേ? നമ്മള് പുതിയ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു മനുഷ്യനെ കാണാനില്ല, രാത്രി നേരം എങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിക്കും? ഇപ്പൊ നമുക്ക് നല്ല സൗകര്യമുണ്ട്, ഗൂഗിൾ മാപ്പിലൂടെ. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതം ഇപ്പോ ഇരുട്ടത്താണ് നമ്മളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശാസ്ത്രവും പഠിക്കാത്തവരൊക്കെ അന്ധകാരത്തിലാണ്. അന്ധേനൈവ നീയമാന യഥാന്താഹ എന്ന് ഉപനിഷത്ത് പറയും. കണ്ണുപൊട്ടന്മാരാൽ നയിക്കപ്പെടുന്ന കണ്ണുപൊട്ടന്മാരുടെ കൂട്ടം. ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ മുമ്പേ ഒരുത്തം പോകുന്നു, അവന്റെ പുറകെ എല്ലാവരും പോകുന്നു. മുമ്പേ ഗമിക്കുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. അപ്പൊ ഏതെങ്കിലും പ്രാന്തൻ മുമ്പേ പോകണ്ടെങ്കിൽ ആ പ്രാന്തന്റെ പുറകെ പോവുക. അതല്ലേ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. അത് മാറണം. ശാശ്വതമായിട്ടുള്ള നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതായിട്ടുള്ള നിയമങ്ങളുണ്ട്, വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അതാണ് തതുദിതം കർമ്മ സു അനുഷ്ഠീയത. തേനേ സസ്യ വിധീയതാം അപചിതിഃ. അടുത്ത ഉപദേശം, തേനേ സസ്യ വിധീയതാം അപചിതിഃ. അപചിതി വരെ ഒരു ഫ്രേസാണ്, കോമൺ. അപ്പൊ അപചിതി എന്ന് പറഞ്ഞാൽ എന്താ? അപചിതി എന്ന് പറഞ്ഞാൽ പൂജ, ആരാധന. നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കാനുള്ള കർമ്മങ്ങളാണ്. നമ്മൾ ഏത് പൂജ ആരാധനകളൊക്കെ തുടങ്ങുമ്പോഴും സമ്പ്രദായ പ്രകാരം ഒരു സങ്കല്പം ചൊല്ലാറുണ്ട്, അല്ലേ? മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാരാ എന്ന് പറഞ്ഞുകൊണ്ടാ തുടക്കം. മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാരാ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം എന്ന് പറഞ്ഞ് പിന്നെ കാരണങ്ങൾ എന്നതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഭഗവാനോട് നമ്മുടെ സങ്കല്പ ലിസ്റ്റ് അവതരിപ്പിക്കുന്നു. അപ്പൊ എന്താ അവിടെ മുഖ്യം പറഞ്ഞത്? മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാരാ. ഉപാത്തം എന്ന് പറഞ്ഞാൽ ആർജിതം. ജന്മജന്മാന്തരങ്ങളായി ഞാൻ ആർജിച്ചതായിട്ടുള്ള ദുരിതം എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങൾ രണ്ടും നമ്മളെ ബന്ധിക്കുന്നതാണ്, ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് ദുരിതം. അപ്പൊ നമ്മുടെ ദുഃഖ പരമ്പരകളിലേക്ക് നയിക്കുന്നതാണ് ഏത്? ഈ പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും ആത്യന്തികമായിട്ട് നമ്മളെ ബന്ധനം ഉണ്ടാക്കുന്നതാണ്, ജന്മങ്ങളിലേക്ക് നയിക്കുന്നതാണ്. പുണ്യം ധാരാളമായാലും എന്ത് വേണം? ഒരു ജന്മം എടുക്കേണ്ടി വരും ആ പുണ്യം തീർക്കാൻ. പാപമാണെങ്കിലും അത് തീർക്കാനുള്ള പാപയോനികളിൽ ജനിക്കണം. ഇതൊക്കെ പിന്നീട് കർമ്മബന്ധങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ദുരിതം, ദുഃഖ പരമ്പരകൾ, അതിനെ നശിപ്പിക്കാനാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധം വേണം. അല്ലാതെ പുതിയ പുതിയ കർമ്മങ്ങൾ ആർജിക്കാനാവരുത്. കർമ്മവാസനകൾ ആർജിക്കുന്നുണ്ട്, അത് ആർജിക്കാതിരിക്കാനാണ് ഈ സങ്കല്പം പറയുന്നത്. ഞാൻ ഇതുവരെ അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്തു കൂട്ടി, അതെല്ലാം എന്റെ ഉള്ളിൽ വാസനാരൂപത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ആ വാസനയുടെ ക്ഷയമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പുതിയ വാസനകൾ അതിൽ ആർജിക്കാൻ വേണ്ടിയിട്ട് അല്ല. ഈ സങ്കല്പം പറയുമ്പോൾ ആ ഓർമ്മ വരണം. ദുരിതക്ഷയദ്വാര മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര. അല്ലെങ്കിൽ എന്താവും? ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും അപകടമായി കൂടുതൽ
സഞ്ചിതത്തിലേക്ക് ആഗാമി വന്നു ചേരും. സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയൊക്കെ ആർജിച്ചതായിട്ടുള്ള കർമ്മങ്ങളാണ്. സഞ്ചയിച്ചത് സഞ്ചിതം. അതിൽ നിന്ന് ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? പ്രാരബ്ധം. പ്രകർഷേണ ആരബ്ധം. നമ്മൾ കുറെ ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ട് ബാങ്കിൽ, അല്ലേ? ആ ഡെപ്പോസിറ്റിന്റെ മെച്ചൂരിറ്റി ഡേറ്റുകളുണ്ട്. അപ്പൊ അത് 2 വർഷം കഴിഞ്ഞ് മെച്ചൂർ ആവുന്നത് ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് സഞ്ചിതം. എന്നാൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇന്നോ മെച്ചൂർ ആയതിന് എന്ത് പറയാം? പ്രാരബ്ധം എന്ന് പറയാം. അത് നമുക്ക് എടുക്കാവുന്നതാണ്. വീണ്ടും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ചെലവാക്കാം. ചെലവാക്കിയാൽ പ്രാരബ്ധം ക്ഷയിക്കുന്നു, സഞ്ചിതം ക്ഷയിക്കുന്നു, ആഗാമി ഉണ്ടാകുന്നില്ല, അല്ലെ? പുതിയ നിക്ഷേപം ഉണ്ടാകുന്നില്ല. അത് വേണ്ട പോലെയാണെങ്കിൽ. അതുപോലെയാണ് നമ്മുടെ കർമ്മങ്ങളും. നമ്മളിപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ നാളേക്ക് നമ്മുടെ ദുരിതങ്ങളിൽ വൃദ്ധി ഉണ്ടാക്കരുത്, നാളേക്ക് വാസനകൾ വർദ്ധിപ്പിക്കരുത്. ആ രീതിയിലുള്ള സങ്കല്പം വേണം നമുക്ക്. നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മളിപ്പോ ഈ ജന്മം എടുത്തിരിക്കുന്നത്. ആ കർമ്മം ക്ഷയിച്ചാലേ നമുക്ക് മോചനമുള്ളൂ, അല്ലേ? ജന്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തതു കർമ്മമൂലം. പാട്ടുണ്ട്, വളരെ പ്രകൃതമാണ്. കർമ്മം കൊണ്ടാണ് നമ്മൾ ജന്മം എടുക്കുന്നത്. കർമ്മബീജങ്ങളാണ് നമ്മുടെ ജന്മത്തെ നിശ്ചയിക്കുന്നത്. അപ്പൊ ആ കർമ്മങ്ങളെ ക്ഷയിപ്പിക്കാനാണ് മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തദുദിതം തേനേ സസ്യ വിധീയതാം അപചിതി. അപചിതി എന്ന് പറഞ്ഞാല് അപചയനം തന്നെയാണ്. അപചയനം എന്ന് പറഞ്ഞാല് കൂട്ടിവെച്ചതിനെ നശിപ്പിക്കുക എന്നാണ്. അത് പൂജയാണ്. ഈശ്വരാരാധനയാക്കുമ്പോൾ അത് അപചയനം സംഭവിക്കും. നമ്മളൊക്കെ സംസ്കൃതം പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഇപ്പൊ അതൊക്കെ പരിചയമുള്ളവരാണ്, അല്ലേ? ശിതി എന്ന് പറഞ്ഞാൽ ചയിച്ചതാണ്. സഞ്ചയനം എന്താ? സഞ്ചയനം സമ്യക്കായി ചയിക്കലാണ്. നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ സഞ്ചയിക പദ്ധതി ഉണ്ടായിരുന്നു സ്കൂളിൽ. പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്. സഞ്ചയിക, സമ്യക്കായി ചയിക്കുന്നത്. അപ്പൊ ചയനം ചെയ്യുക എന്ന് പറഞ്ഞാല് തെരഞ്ഞു കൂട്ടുക എന്നാണ്. അതാണ് സഞ്ചയനം. നമ്മള് മൃതശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ദഹിക്കാതെ ബാക്കി കിടപ്പുണ്ടോ, അസ്ഥികൾ കിടപ്പുണ്ടാവും, അതിനെ പെറുക്കിയെടുക്കലാണ് സഞ്ചയനം. പരിചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചൈതാവില് പരി ഉപസർഗം ചേർത്തപ്പോൾ ചെറിയ വ്യത്യാസം വന്നു. നന്നായി അന്വേഷിക്കുക, ചുറ്റുപാടുകളെ കുറിച്ച് അറിയുക, അതാണ് പരിചയിക്കുക. അപ്പൊ ചയ എന്നുള്ള ധാതു കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യ അർത്ഥം. അതാണ് സഞ്ചയനം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് ഇവിടെ അപചയനം. അപചയിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷയിക്കുക എന്നല്ലേ? അപചയം നാശമാണ്. അപചിതി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗമാണെന്ത്? പൂജ. അപചിതി പൂജയുടെ പര്യായ ശബ്ദമായി ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കാൻ, നമ്മുടെ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനുള്ള മാർഗമാണ് പൂജ. അതാണ് തേന ഈശസ്യ വിധീയതാം അപചിതി. അപ്പൊ പൂജയെ ചെയ്യണം. ഏതുകൊണ്ട്? തേന എന്ന് പറഞ്ഞാലോ തദുദിതം കർമ്മ എന്ന് പറഞ്ഞില്ലേ മുമ്പ്? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരാരാധന ചെയ്യണം. എന്നാൽ നമ്മൾക്ക് വിധിച്ചിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരാരാധനയാക്കി മാറ്റണം. നമ്മൾ ചെയ്യുന്ന നിത്യകർമ്മങ്ങൾ എന്താണെങ്കിലും അത് ഈശ്വരാരാധനയാക്കി മാറ്റാം. പാചകം ചെയ്യുന്നതും, വീട് വൃത്തിയാക്കുന്നതും, തുണി അലക്കുന്നതും, കുളിക്കുന്നതും ഒക്കെ ഈശ്വരാരാധനയാക്കാം. അത് എന്റെ ദേഹത്തെ കുളിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, എന്റെ ദേഹത്തെ ഞാൻ കുളിപ്പിക്കുന്നതിലൂടെ അതിലിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഈശ്വരനുള്ള അഭിഷേകമാണ്. ഈ ശരീരത്തിൽ ഈശ്വര ചൈതന്യ രൂപം ആയിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിപ്പുണ്ട്. അതിനെ കുളിപ്പിക്കുമ്പോൾ ഈശ്വരന് ചെയ്യുന്ന അഭിഷേകമാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഈശ്വരൻ സന്തോഷിക്കും, അല്ലേ? അപ്പൊ അതുപോലെ ഓരോ കർമ്മങ്ങളും, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആർക്ക് വേണ്ടി? ഈ ശരീരത്തിൽ ചൈതന്യ രൂപത്തിലിരിക്കുന്ന ഈശ്വരന് വേണ്ടി. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഭഗവാൻ തന്നെ പറഞ്ഞത്, ഞാൻ തന്നെ എല്ലാ പ്രാണികളുടെയും ശരീരത്തിൽ ജഡരാഗ്നിയായി കുടികൊള്ളുന്നു. എന്നിട്ട് പ്രാണനും അപാനനോടും കൂടി ചേർന്ന് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തെ ഞാൻ പാചകം ചെയ്യുന്നു. ഭഗവാൻ ഒരു പാചകം ചെയ്യുന്നുണ്ട് ഉള്ളില്, ദഹിപ്പിക്കൽ എന്ന പാചകം. എന്നിട്ട് എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോ
നമ്മൾ കുളിക്കുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നതും എല്ലാം ആർക്കു വേണ്ടിയാവുന്നു? നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് ധരിക്കുമ്പോ ഇതിലുള്ള ചൈതന്യത്തെ മുഷിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, ആവരണം ചെയ്യുകയാണ്. നമ്മൾ ദിവസവും ഈശ്വരനെ പൂജ ചെയ്യുമ്പോൾ വസ്ത്രം മാറില്ലേ? നല്ല പട്ട് വസ്ത്രങ്ങൾ ധരിക്കില്ലേ? നല്ലതല്ലേ കൊടുക്കുള്ളൂ? അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ലത് കൊടുക്കുമ്പോൾ അത് ഈശ്വരന് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പൊ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി പാചകം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നതിന് പകരം ഈശ്വരന് കൊടുക്കാൻ വേണ്ടി, എന്റെ മുമ്പിൽ വരുന്നവരൊക്കെ, ഇത് കഴിക്കുന്നവരൊക്കെ ഈശ്വര സ്വരൂപികളാണ്, അവർക്ക് വേണ്ടി ഞാൻ ഇത് പാചകം ചെയ്യുന്നു, അപ്പൊ പൂജയാവും. ഞാൻ വീട് വൃത്തിയാക്കുന്നത് ഈശ്വരൻ ഇവിടെ വന്ന് കുടികൊള്ളാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് കാലിലെ പൊടിയാവരുത്, അദ്ദേഹത്തിന്റെ ദേഹത്ത് അഴുക്ക് പറ്റരുത്, അല്ലേ? അങ്ങനെ വീട് വൃത്തിയാക്കി വെക്കുമ്പോൾ ഈശ്വരന് പൂജയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതും ഈശ്വര പൂജയാക്കാനാണ് ഇവിടെ പറഞ്ഞത്. അത് നല്ല കർമ്മങ്ങള്, വേദങ്ങളിൽ വിധിച്ച കർമ്മങ്ങളെ കൊണ്ട് തേന ഈശസ്യ, ഈശ്വരന്, പ്രപഞ്ച നിയന്താവിന് അപചിതിയെ ചെയ്താലും പൂജയാക്കി ചെയ്താലും, അപ്പൊ ചെയ്താലോ നമ്മുടെ കർമ്മവാസനകൾ ക്ഷയിക്കും. നേരെ മറിച്ചത് നമ്മള് ഈശ്വരനെ വിചാരിക്കാതെ എല്ലാം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്താലോ അത് അപചിതിയല്ല, സഞ്ചയമായിട്ട് മാറും. മനസ്സിലാവുണ്ടോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരാരാധന ആക്കിയില്ലെങ്കിൽ യജ്ഞാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? യജ്ഞാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് അന്യത്ര മറ്റു കർമ്മങ്ങൾ, ഈശ്വരാർപ്പണമല്ലാത്ത കർമ്മങ്ങൾ കർമ്മബന്ധനഃ, വീണ്ടും നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്നതാണ്, ദുഃഖ പരമ്പരകളിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഈ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ ഉപദേശങ്ങളിലെ ഗീതയും വേദങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ തേനേശസ്യ വിധീയതാം അപചിതിഹി എന്നിട്ട് പറഞ്ഞു കാമ്യേ മതിസ്ത്യജ്യതാം. കാമ്യേ, കാമ്യ എന്ന് പറഞ്ഞാലോ കാമ്യകർമ്മങ്ങളിൽ നമ്മുടെ കാമനകളെ അധികം താലോലിക്കാതിരിക്കുക, കാമനകളെ പോഷിപ്പിക്കാതിരിക്കുക. കാമനകളെ പോഷിപ്പിക്കുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. വേദങ്ങളിൽ കാമ്യകർമ്മങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ചിലരുടെ ആഗ്രഹങ്ങൾ അടക്കാൻ പറ്റാത്തതാണ്. അടക്കാൻ പറ്റാത്തവൻ അവനെ നിരോധിച്ചാൽ അവൻ പൊട്ടിത്തെറിക്കും, അവൻ വേറെ ആരെങ്കിലും വഴിക്ക് പോകും. അതുകൊണ്ട് നിന്റെ ആഗ്രഹത്തെ നീ നേരായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കുക. നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന കർമ്മം പോലും ഈശ്വരാരാധനയാക്കി മാറ്റുക. അതാണ് യജ്ഞകർമ്മങ്ങളൊക്കെ, അല്ലേ? സ്വർഗത്തിൽ പോകണമെന്നുള്ള കാമനയുള്ളവന് ആ കർമ്മം ഈശ്വരാർപ്പണമാക്കി ചെയ്തിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതെന്തുണ്ടാവും? ഈ കാമം ക്ഷയിച്ചു വരും, ഈശ്വരാർപ്പണമാക്കി മാറ്റുമ്പോൾ. അതാണ് കാമ്യേ മതിഹി, കാമ്യത്തിലുള്ള നിന്റെ ബുദ്ധി യജ്ഞത. നമ്മുടെ ബുദ്ധിയിലാണ് കാമം ഇരിക്കുന്നത്, സങ്കല്പത്തിലാണ് കാമം ഇരിക്കുന്നത്. സങ്കല്പ പ്രഭവാൻ കാമാൻ, സങ്കല്പത്തിലാണ് കാമങ്ങളുടെ പ്രഭവ കേന്ദ്രം. നമ്മുടെ ബുദ്ധിയിലാണ് കാമൻ ഇരിക്കുന്നത്. അപ്പൊ ആ ബുദ്ധിയില് കാമങ്ങൾ ഇല്ലാതിരിക്കാനായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഹ്ലാദന് നരസിംഹമൂർത്തി എന്ത് വരം വേണമെന്ന് ചോദിച്ച് നിർബന്ധിച്ചപ്പോ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിച്ചത്, അങ്ങക്ക് വരം തരാൻ നിർബന്ധമാണെങ്കിൽ എനിക്കൊരു വരം തരൂ. കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം. കാമാനാം ഹൃദി അസംരോഹം, എന്റെ ഹൃദയത്തിൽ കാമങ്ങൾ സംരോഹം ചെയ്യാതിരിക്കട്ടെ. സംരോഹം എന്നാൽ പൊട്ടിമുളയ്ക്കുക, വിത്തിട്ടാൽ മുളയ്ക്കുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ കാമബീജങ്ങൾ പൊട്ടിമുളയ്ക്കാതിരിക്കാനുള്ള വരമാണ് ഞാൻ അങ്ങയിൽ നിന്ന് ഭരിക്കുന്നത്. കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം. നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റണം, എന്നും പ്രാർത്ഥിക്കാം നമുക്ക്, അല്ലെ? കാരണം ഈ കാമനകളാണ് നമ്മളെ അൺറസ്റ്റ് ആക്കണം, അസ്വസ്ഥരാക്കുന്നത്. എത്ര കാമം നമുക്കുണ്ടോ അത്രയും നമ്മള് അജിറ്റേറ്റഡ് ആണ്, അത്രയും പ്രശ്നമാണ് നമുക്ക്. നമ്മുടെ മനസ്സിൽ എത്ര കാമമുണ്ടോ അത്രയും നമുക്ക് അൺറസ്റ്റ് ഉണ്ടാവും. 100 കാമങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അതിൽ 10 പൂർത്തീകരിച്ചാലും ബാക്കി എന്തുണ്ട്? 90 ഉണ്ട്. അത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് 10 കാമങ്ങളേ ഉള്ളൂ, 10 പൂർത്തീകരിച്ചാലോ
ഇപ്പൊ കാമങ്ങളൊന്നുമില്ല. പിന്നെയും വളർന്നാലും വളരാതിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കാമവും ഇല്ലാതിരിക്കുക. 0 കാമങ്ങളെ ഉള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ട് പലതും നിങ്ങൾക്ക് വന്നു ചേരുന്നു. അപ്പൊ എന്തായി? ലാഭമല്ലേ? ഇൻഫിനിറ്റ് ആയിട്ടുള്ള സുഖമല്ലേ? ഇതാണ് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അല്ലേ? മോൾക്കറിയാം. ഹാപ്പിനെസ് ഈസ് ടോട്ടൽ ഡിസയേഴ്സ് ഡിവൈഡഡ് ബൈ ഫുൾഫിൽഡ് ഡിസയേഴ്സ്. നിങ്ങൾക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടോ അതിനെ നിങ്ങൾ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത്ര % ഹാപ്പിനെസ്. 100 ആഗ്രഹങ്ങളുണ്ട്, 10 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ 10%, അല്ലെ? 50 ആഗ്രഹങ്ങളേ ഉള്ളൂ, 10 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ 20% ആയി. 20 ആഗ്രഹങ്ങളുണ്ട്, 10 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ 50% സുഖമായി, അല്ലെ? 10 ആഗ്രഹങ്ങളേ ഉള്ളൂ, 10 പൂർത്തീകരിച്ചാൽ 100% ആയി. ആഗ്രഹങ്ങളെ ഇല്ല, 10 കാര്യങ്ങൾ നടന്നു. എന്താണ്? ഇൻഫിനിറ്റി, അല്ലേ? അടിയിൽ 0, മുകളിൽ ലിസ്റ്റ് വന്നാലും ഇൻഫിനിറ്റിയാണ് ഉത്തരം. അപ്പൊ നമുക്ക് ഈ ആഗ്രഹങ്ങളെ ഇല്ലാതിരുന്നാൽ വരുന്നതെല്ലാം ലാഭമായി മാറും. ഇത് നമുക്ക് ഉള്ളില് വിവേകം ഉണ്ടാവണം. അതാണ് കാമ്യേ മതി ത്യജ്യത. കാമ്യകർമ്മങ്ങളിൽ മതിയെ ഉപേക്ഷിക്കൂ. നിങ്ങൾ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് കൃഷിയായിട്ട് മാറും. കൂടുതൽ കൂടുതൽ നിങ്ങൾ അതിനെ പോഷിപ്പിക്കുകയാണ്. അതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അത് നശിച്ചു പൊക്കോളും. കാമ്യേ മതിസ്ത്യജ. അപ്പൊ കാമ്യകർമ്മങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരൂ. നിവൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. കല്യാണം കഴിക്കണം എന്നുള്ള കാമം തോന്നി കഴിക്കൂ. പക്ഷെ 10 കല്യാണം കഴിക്കണം എന്ന് തോന്നരുത്, അല്ലേ? കുട്ടികൾ വേണമെന്ന് തോന്നി ആയിക്കോളൂ. ധാർമ്മികമായിട്ട് 4 or 5 കുട്ടികൾ വരെയൊക്കെ ആവാം. 200 കുട്ടികൾ വേണമെന്ന് വിചാരിക്കാൻ പാടുള്ളൂ. ധൃതരാഷ്ട്രയെ പോലെ 100 കുട്ടികളെന്ന് വിചാരിക്കാൻ പാടുള്ളൂ. അത്യാഗ്രഹം. അതുപോലെ ഭക്ഷണം കഴിക്കണം, നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, അത് ദോഷമല്ല, അത് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹമാണ്. ഭഗവാൻ ഗീതയിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ബലദർഷഭ. ഭൂതേഷു ധർമ്മ അവിരുദ്ധ കാമഃ അഹമസ്മി. ധർമ്മവിരുദ്ധമല്ലാത്ത നിലനിൽപ്പിന് വേണ്ടിയുള്ള കാമങ്ങൾ അത് ഞാൻ തന്നെയാണ്, എന്റെ വിഭൂതിയാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ മകനാണ് കാമദേവൻ, ഭഗവാന്റെ അംശമാണ് കാമദേവൻ, അല്ലെ? ആ കാമദേവനാണ് കൃഷ്ണന്റെ പുത്രനായി പ്രദ്യുമ്നായി ജനിക്കുന്നത്. ഭഗവാന്റെ അംശം തന്നെയാണ്, കൃഷ്ണനെ പോലെ തന്നെയാണ്. അപ്പൊ കാമം എന്നുള്ളത് ദോഷമല്ല. ആ കാമത്തെ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം എന്നുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് അപകടം, അല്ലേ? ഇപ്പൊ ഒരു കത്തി ദോഷമാണോ? കത്തി വിവരമില്ലാത്തവർക്ക് കിട്ടിയാൽ അത് ആരെങ്കിലും കൊല്ലാൻ ഉപയോഗിക്കും. ഈ കത്തി നമ്മുടെ ഡോക്ടർമാരുടെ കിട്ടിയാൽ അവരതിനെ ആളുകളെ രക്ഷിക്കാൻ ഉപയോഗിക്കും. നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളും നമ്മുടെ പ്രയോജനങ്ങൾക്ക് ഉപയോഗിക്കും, അല്ലേ? ആരാണ് ഉപയോഗിക്കുന്നത് അവരെ ആശ്രയിച്ചാണ്. അതുപോലെ കാമം എന്നുള്ളത് ഈശ്വര സൃഷ്ടിയാണ്, ഈശ്വരന്റെ അംശമാണ്. അതിനെ നശിപ്പിക്കാനാവില്ല, നശിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. മുഴുവൻ കാമങ്ങളെയും നശിപ്പിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. ഏത് സമയത്ത് ഏത് ധാർമ്മികമായ കാമം വേണോ അതിനെ വേണ്ട പോലെ അറിഞ്ഞുപയോഗിക്കാം. കാമത്തെ പൂർണ്ണമായി നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്രിവിലേജാണ്. ഈ ലോകം നിലനിൽക്കുന്നത് കാമത്തിലാണ്, സന്തതികൾ ഉണ്ടാകുന്നത്, അല്ലേ, കാമത്തിലാണ്. അതൊക്കെ ധാർമ്മികമായിട്ടുള്ള കാമമാണ്. അപ്പൊ ഈ ലോകം നിലനിൽക്കണം, അതിനെന്ത് വേണം? കാമം വേണം. അത് എവിടെ നിർത്തണം എന്നുള്ളത് നമുക്ക് വിവേകമുണ്ടാകുന്നതാണ്. കാമ്യേ മതിസ്ത്യജ്യത പാപൗഗ പരിധൂയത. പാപൗഗ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സമൂഹം, ഓഘസ് എന്ന് പറഞ്ഞാൽ പ്രവാഹമെന്നും സമൂഹമെന്നും ഒക്കെ അർത്ഥം. പാപത്തിന്റെ ഓഘസ്, പാപത്തിന്റെ പ്രവാഹം, പാപത്തിന്റെ കുത്തൊഴുക്ക്, പാപത്തിന്റെ സമൂഹം, അതിനെ പരിധൂയത. പരിധൂയത എന്ന് പറഞ്ഞാൽ നല്ലപോലെ നശിപ്പിക്കണം, ദൂലനം ചെയ്യണം. അപ്പോ നന്നായി നശിപ്പിക്കണം. എന്തിനെ? പാപൗഗത്തെ, പാപസമൂഹത്തെ. അപ്പൊ പാപവാസനകളെ ക്ഷയിപ്പിക്കണം. അത് നമ്മൾ ബോധപൂർവം പ്രവർത്തിക്കണം. ഇപ്പൊ ബോധമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാപവാസന
വർദ്ധിച്ചു 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 വരുന്നത്. ഇന്നലെ ചെയ്ത തെറ്റ് ഇന്ന് അതിന്റെ ഇരട്ടിയായിട്ട് ചെയ്യണം, നാളെ അതിന്റെ 4 ഇരട്ടിയായിട്ട് ചെയ്യും, മറ്റന്നാൾ 10 ഇരട്ടിയായിട്ട് ചെയ്യും. വേണ്ട പോലെ ജാഗ്രത ഇല്ലെങ്കിൽ അല്ലേ, ഏത് തെറ്റും അങ്ങനെ തന്നെയല്ലേ, ശീലമായി മാറും. അപ്പൊ അത് ബാധിക്കാതിരിക്കാൻ എന്ത് വേണം? എന്ത് ചെയ്യുമ്പോഴും ഇതിപ്പോ ഞാൻ തൽക്കാലം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആപദ്ധർമ്മമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, ഒരു തെറ്റ് ചെയ്യുന്നു, ബോധം ഉണ്ടാവണം. ആ തെറ്റിൽ എനിക്ക് കുറ്റബോധം ഉണ്ടാവണം, അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. ഇനി ഞാനിത് ചെയ്യുന്നതുമല്ല, ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. യാതൊരു നിവൃത്തിയില്ല, എന്റെ ജീവനെ നിലനിർത്തണം, ജീവൻ ആപത്തായിരിക്കുന്നു എന്ന് വരുമ്പോ അത്യാവശ്യം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പിന്നീട് അത് തിരുത്താനുള്ള അവസരമുണ്ട്. പ്രായശ്ചിത്തത്തിലൂടെ, നല്ല ജീവിതത്തിലൂടെ അത് തിരുത്താം. പറഞ്ഞു വന്നത് പാപൗക പരിധൂയത ഭവസുഖേ ദോഷോനുസന്ധീയത. ഭവസുഖം എന്നാൽ ഈ ലോകസുഖം തന്നെ, സംസാര സുഖം, ഭാര്യ, മക്കള്, ഭക്ഷണാദികള്, വസ്ത്രാദികള്, ഇങ്ങനെയുള്ള ഭൗതികങ്ങളായ സുഖങ്ങളിൽ, ലോകസുഖങ്ങളിൽ ഭ്രമിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് സുഖം തരുന്നതാണ് എന്നുള്ള തെറ്റാണ്. ആ ഒരു തെറ്റിദ്ധാരണയാണ് തിരുത്തേണ്ടത്. ഭവസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമാണ്, ഉണ്ടായ സുഖമാണ്, നശിക്കുന്നതാണ്. ഉണ്ടായതെല്ലാം എന്താണ്? നശിക്കുന്നതാണ്. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ എന്ത് സുഖം വന്നാലും അത് പോകുന്നതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടാവണം. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഏത് സുഖാണെങ്കിലും അത് കടന്നു പോകും. അതുകൊണ്ട് അതിൽ ഭ്രമിക്കാതിരിക്കുക. അതെങ്ങനെ വിചാരം ചെയ്യണപ്പോ? അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം അനിത്യമാണ്. ഇന്നലെ ഇല്ലാതിരുന്നതാണ്, ഇന്നുണ്ടായത് നാളെ ഇല്ലാതാവുന്നതാണ്. ഏത് അനുഭവമാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് അതിൽ ഭ്രമിക്കാതിരിക്കുക, അതിൽ ദോഷം കാണുക. ദൃഷ്ടനഷ്ട സ്വഭാവമാണെന്ന് കാണുക. നോക്കിക്കൊണ്ടിരിക്കുമ്പോ കാണാതാവുന്നതാണ്. ആ ബോധം ഉണ്ടെങ്കിൽ അല്ലെ, കുട്ടികളുടെ കയ്യിൽ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് നല്ല കൊതിയുണ്ട് തിന്നണമെന്ന്, പക്ഷെ തിന്നാൽ തീർന്നു പോയാലോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴോ അത് ഒലിച്ചു പോകും. അപ്പൊ അതിന് എന്ത് വേണം? ബുദ്ധിപൂർവം ആസ്വദിച്ച് കഴിയുന്നത്ര, എത്ര നേരം അത് നിൽക്കും അത്രയും നേരം ആസ്വദിച്ച് കഴിക്കുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതുപോലെയാണ് ഈ ലോകം. അല്ലാതെ അത് കയ്യിൽ നിന്ന് ഒലിച്ചു പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പെട്ടെന്ന് തിന്നുമ്പോ പേടിച്ചിട്ട് കാര്യമുണ്ടോ? അയ്യോ തീർന്നു പോകും തീർന്നു പോകും തീർന്നു പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ വല്ല കാര്യമുണ്ടോ? തീർന്നു പോകും. അല്പനേരത്തേക്ക് അതിന്റെ സുഖമുള്ളൂ. അത് അത്രേ ഉള്ളൂ. ആ ബോധത്തോടെ ഈ ലോകത്തിലെ ഏത് വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യാം. ഭവസുഖേ ദോഷോ അനുസന്ധീയത. ഭവസുഖത്തിലുള്ള ദോഷങ്ങളെ അനുസന്ധാനം ചെയ്യാനാണ് ശങ്കരാചാര്യർ പല ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട് ഭജഗോവിന്ദത്തില്. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദ സുഖലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി. ധനത്തിന്റെ ആനർത്തിക്യത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ധനം ആവശ്യമില്ലാതെ അധികം സഞ്ചയിച്ചു വെച്ചാൽ മക്കൾ തന്നെ അച്ഛനമ്മമാരുടെ മരണത്തിന് കാരണവും. പുത്രാദപി ധനഭാജാം ഭീതി. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സർവത്ര ഏഷാ രീതി വിഹിത. സർവത്രൈഷാ വിഹിതാ രീതി. എല്ലാ കാലത്തും ഇത് തന്നെയാണ് ലോക സ്വഭാവം. അതുകൊണ്ട് പുത്രന്മാർക്ക് കൊടുക്കേണ്ടത് നല്ല മനുഷ്യത്വമുള്ള സംസ്കാരമാണ് കൊടുക്കേണ്ടത്, നല്ല അറിവാണ് കൊടുക്കേണ്ടത്, അല്ല ധനമല്ല കൊടുക്കുക. പക്ഷെ ഇന്നത്തെ മൂഢജനങ്ങൾ എന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? വയറും മുറുക്കി കെട്ടി മറ്റുള്ളവരുടെ മണ്ടയിൽ മുള കരച്ച് എല്ലാ രീതിയിലും ധനം സമ്പാദിച്ച് മക്കളെ നശിപ്പിക്കുന്നു. മക്കൾക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കൂ, മക്കൾക്ക് നല്ല സംസ്കാരം കൊടുക്കൂ, നല്ല അറിവ് കൊടുക്കൂ, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കൂ. സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുകയാണ് വേണ്ടത്. അല്ലാതെ അച്ഛന്റെ അമ്മയുടെ നേരായി അവരെ ആശ്രയിച്ചു കഴിയുന്നവരാക്കരുത്. പറഞ്ഞു വന്നത് അർത്ഥം അനർത്ഥം ആയി മാറി കൈകാര്യം ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ. അല്ലെ, അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രയോജനം നൽകുന്നത്, അനർത്ഥം എന്ന് പറഞ്ഞാലോ പ്രയോജനമില്ലാത്തതാവാം, അപകടവുമാവാം.
അതുപോലെയാണ് അദ്ദേഹം പല ശ്ലോകങ്ങളും പറഞ്ഞത്. നാരീസ്തനഭരണാഭീദേശം ദൃഷ്ട്വാമാഗാമോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. ആ വാരം വാരം ദോഷദൃഷ്ട്യാ മുഹുർമുഹു. വീണ്ടും വീണ്ടും ദോഷദൃഷ്ടി കാണണം നമ്മൾ ഈ ലോകത്തിൽ. ഇത് എനിക്ക് സുഖം തരുന്നതല്ല. കാരണം ഈ ലോകത്തിൽ ഒരു പദാർത്ഥത്തിനും സുഖം കൊടുക്കാനുള്ള കഴിവില്ല. സുഖം എന്നുള്ളത് വസ്തുനിഷ്ഠമല്ല. എന്താണ് സുഖം? ആത്മനിഷ്ഠമാണ്. നമ്മളാണ് നിശ്ചയിക്കുന്നത് ഇന്ന വസ്തു എനിക്ക് സുഖം തരുമെന്ന്. അല്ലാതെ ആ വസ്തു വിളിച്ചു പറഞ്ഞില്ല ഞാൻ നിനക്ക് സുഖം തരാമെന്ന്. ഉണ്ടോ? വസ്തുവിൽ സുഖമുണ്ടോ? ഏതെങ്കിലും വസ്തുവിൽ സുഖമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എല്ലാ കാലത്തും ഒരേ അളവിലുള്ള സുഖം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഉണ്ടോ? അറിവുണ്ടോ? ഏതെങ്കിലും ഒരു വസ്തു അങ്ങനെ എല്ലാവർക്കും എല്ലാ കാലത്തും ഒരേ അളവിലുള്ള സുഖം കൊടുക്കുന്ന ഒരു വസ്തുവിനെ ഒന്ന് പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അത് ധൈര്യമില്ല. ഒരു വസ്തു അങ്ങനെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ ഏത് വസ്തുവിലാണ് സുഖമുള്ളതെന്ന് ആരെങ്കിലും പറയുമ്പോഴേക്കും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്റെ എന്ത് വേണം? ധനം വേണം. അപ്പൊ വസ്തുവിന് പകരം നമ്മൾ എന്ത് സഞ്ചയിച്ചു വെക്കണോ? അർത്ഥം, ധനം സമ്പാദിച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഏതെങ്കിലും വസ്തുവിൽ ആരെങ്കിലും സുഖമുണ്ടെന്ന് പറയുമ്പോഴേക്കും ചാടി വീഴാൻ വിഡ്ഢികള്. ഏതെങ്കിലും വസ്തുവിന് സുഖമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയൂ ശരിക്കും. എന്നാ പിന്നെ അത് എല്ലാവർക്കും വാങ്ങിക്കാലോ. പക്ഷെ ഏതെങ്കിലും വസ്തു ഒരാൾക്ക് സുഖം കൊടുക്കുന്നത് മറ്റൊരാൾക്ക് സുഖം കൊടുക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് സുഖം കൊടുക്കുന്നത് ഭർത്താവിന് സുഖം കൊടുക്കുന്നുണ്ടോ? അച്ഛന് സുഖം കൊടുക്കുന്നത് മക്കൾക്ക് സുഖം കൊടുക്കുന്നുണ്ടോ? എനിക്ക് തന്നെ ഇന്നലെ സുഖം തന്നത് ഇന്ന് സുഖം തരുന്നുണ്ടോ? ഇന്നലെ തന്ന അതേ അളവിലാണോ ഇന്ന് സുഖം തരുന്നത്? ഞാൻ തന്നെ ഇപ്പോ എനിക്ക് ഇഷ്ടമുള്ളതായിട്ടൊരു ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ദുഃഖമല്ലേ തരുന്നത്? അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്തോറും സുഖം കൂടിയല്ലേ വരേണ്ടത്? എനിക്ക് പാൽപായസം നല്ല ഇഷ്ടമാണ് എന്നാൽ പിന്നെ 5 ഗ്ലാസ് അങ്ങോട്ട് കുടിക്കുക, നല്ല സുഖം ആവോ? ആദ്യത്തെ ക്ലാസ്സിലേ ഉള്ളൂ സുഖം, രണ്ടാമത്തെ ക്ലാസ്സിൽ സുഖം മങ്ങി, മൂന്നാമത്തെ ക്ലാസ്സിൽ ദുഃഖം തുടങ്ങി, നാലാമത്തെ ക്ലാസ് പരമ ദുഃഖം, 5ാമത്തെ ക്ലാസ് ഞാൻ എറിയും. ഇല്ലേ? അതല്ലേ ലോകം. അപ്പൊ ഈ ലോകത്തിൽ ഏത് വസ്തുവാണ് ആർക്കെങ്കിലും സുഖം തരുമെന്ന് ഗ്യാരണ്ടി പറയാനുള്ളത്? ഇത് നമ്മൾ അങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെയും പുറകെ നമ്മൾ പോവില്ല. വരുന്നത് വരട്ടെ, അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെന്ന് അനുഭവിക്കാം. അതാണ് എതിർച്ചാലാഭ സന്തുഷ്ടി എന്നൊരു ഗുണം നമ്മൾ വർദ്ധിപ്പിക്കണം. അത് പറഞ്ഞു പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണം. എതിർച്ചാലാഭ സന്തുഷ്ടി, എന്താണോ യാദൃച്ഛികമായി വരുന്നത് ആ ലാഭത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കും. ഇതൊരു നല്ല ഗുണമാണ്, നമുക്ക് എപ്പോഴും പ്ലസന്റ് ആയിരിക്കാൻ സഹായിക്കും. അപ്പൊ ഒരു കംപ്ലൈന്റ് ഇല്ല നമുക്ക്. അപ്പൊ പറഞ്ഞു വന്നത് ഭവസുഖേ ദോഷോനുസന്ധീയതാം, ദോഷത്തെ അനുസന്ധാനം ചെയ്യണം. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഓർത്താ പോരാ, നിരന്തരം അനുസന്ധാനം ചെയ്യണം. ആത്മേച്ഛ വ്യവസീയത, ആത്മേച്ഛ ആത്മാവിനെ അറിയാനുള്ള ഇച്ഛ. അറിയാനുള്ള എന്നോടെ പ്രയോഗിച്ചില്ല, നമ്മൾ വിഗ്രഹത്തിൽ ചേർക്കേണ്ടതാണ്. ആത്മാനം ജ്ഞാതും ഇച്ഛ, ആത്മേച്ഛ, ആത്മാവിനെ അറിയാനുള്ളതായിട്ടുള്ള ഇച്ഛ. വ്യവസീയത, വ്യവസീയത എന്ന് പറഞ്ഞാല് വ്യവസായം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നും അർത്ഥം, കൃഷി എന്നും അർത്ഥം. അല്ലേ? അപ്പൊ കൃഷി ചെയ്യണം, കൃഷി ചെയ്ത് വളർത്തണം. എവിടെ? നമ്മുടെ ഉള്ളിൽ. അപ്പൊ ആത്മാവിനെ അറിയാനുള്ള ഇച്ഛയെ നിങ്ങൾ വർദ്ധിപ്പിക്കൂ, പോഷിപ്പിക്കൂ. എപ്പോഴും ഇപ്പൊ നമ്മുടെ ഉണ്ട് ആത്മാവിനെ അറിയണം എന്നുള്ള ഇച്ഛ. കാരണം ആ ആത്മജ്ഞാനത്തിലൂടെ എനിക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്ന് അറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോ മറ്റ് കളകൾ വന്ന് വർദ്ധിച്ച് ഈ കൃഷി വളരെ ശുഷ്കിച്ചിരിക്കുക അല്ലേ? അതിന് എന്ത് വേണം? അതിനുള്ള കളകളൊക്കെ മാറ്റിക്കളഞ്ഞ് ഇതിന് വളവും വെള്ളവും ചേർത്ത് കൊടുക്കണം. ഈ ഇച്ഛയ്ക്ക് ഇത് വർദ്ധിച്ചു വരണം. അപ്പോ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള മന്ദ ജിജ്ഞാസ അത് മധ്യമ ജിജ്ഞാസയും തീവ്ര ജിജ്ഞാസയുമായി മാറും. ആ തീവ്ര ജിജ്ഞാസുക്കൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ വസ്തു കിട്ടുള്ളൂ. അവരാണ് അതിനുവേണ്ടി ഏത് കഷ്ടപ്പാടും എന്ത് തപസ്സും അനുഷ്ഠിക്കാൻ, എന്തിനേയും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. അവരാണ് മഹാത്മാക്കളായി തീരുന്നത്.
രമണ മഹർഷിയെയും ആചാര്യ ഭഗവത്പാദരെയും അല്ലെ വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള മഹാപുരുഷന്മാര് അവരെല്ലാം ത്യജിച്ച് ഇതിന് പ്രയോറിറ്റി കൊടുത്തു. എന്ത് ചെയ്തു? ആത്മേച്ഛയെ വ്യവസായം ചെയ്തു, ആത്മേച്ഛയെ വളർത്തി പോഷിപ്പിച്ചു. അപ്പൊ നമ്മളും അത് ചെയ്യണം. ആത്മേച്ഛ വ്യവസീയതാം. അതിനുള്ള വഴി എന്താണ് എന്ന് പറയണം. അടുത്തത് നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യതാം. നിജഗൃഹാത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഗൃഹത്തിൽ നിന്ന് പൂർണ്ണം പെട്ടെന്ന് വിനിർഗമ്യത പുറത്തേക്ക് ഇറങ്ങണം. പണ്ടത്തെ ആ ഒരു വാനപ്രസ്ഥം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഗൃഹസ്ഥനോടുള്ള ഉപദേശം, ഇത്രയും നേരം പറഞ്ഞത് ഗൃഹസ്ഥനോടുള്ള ഉപദേശം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാലേ സംഘം കൂടിക്കൂടി ഇരിക്കുകയുള്ളൂ, പ്രാരബ്ധങ്ങൾ വർദ്ധിച്ചു വരികയുള്ളൂ. മക്കളായി, മക്കളുടെ മക്കളായി, മക്കളുടെ മക്കളുടെ മക്കളായി, അവരുടെ പിറന്നാളുകളായി, അവരുടെ കല്യാണങ്ങളായി, അവരുടെ സ്കൂളായി, അവരെ കൊഞ്ചിച്ചും കൊണ്ട് ഇങ്ങനെ പ്രാരബ്ധം വർദ്ധിച്ചു വരും. നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ പരബ്രഹ്മാത്മനാസ്തീയതാമെന്നുള്ള അവസ്ഥയിലേക്ക് ഉയരുകയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? കുറച്ചു കാലം നമ്മള് കുടുംബ ഭാരമൊക്കെ നോക്കണം. അതൊക്കെ നമ്മുടെ വാസന ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടാവട്ടെ. അത് കഴിഞ്ഞ് പതുക്കെ ഓരോരുത്തരെയും അവരവരുടെ ഭാരങ്ങൾ അവരുടെ തലയിൽ വെച്ചു കൊടുത്ത് നമ്മൾ സ്ഥലം വിടാൻ പഠിക്കണം. ഇതാണ് സ്വാർത്ഥം. എന്താ സ്വാർത്ഥം? നമ്മുടെ ജന്മം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചില്ലെങ്കിൽ എന്റെ ജന്മം പാഴാണ് എന്നറിയുക. അപ്പൊ അതിനുവേണ്ടി കമ്മിറ്റഡ് ആവുന്ന ലൈഫാണ് വാനപ്രസ്ഥം. അതാണ് നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത. അതാണ് ഭഗവാനും അർജുനനോട് പറഞ്ഞത്. നീ ഇപ്പൊ ആയിട്ടില്ല, പാകമായിട്ടില്ല, കുറച്ച് കഴിയുമ്പോ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് നിന്റെ മനസ്സില് വാനപ്രസ്ഥ ഭാവം വരും. അപ്പൊ നീ എന്ത് ചെയ്യണം? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന. സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. നിനക്ക് ഈ തത്വജ്ഞാനത്തിലുള്ള സമയമാകുമ്പോൾ അതിനെ നീ അറിയണം. തദ്വിധി, എങ്ങനെ? ഗുരുവിനെ ചെന്ന് കണ്ട് പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അപ്പോൾ ജ്ഞാനിനഃ തത്വദർശിനഃ തേ ജ്ഞാനം ഉപദേശിക്കന്തി. നിനക്ക് ആ ജ്ഞാനത്തെ ഉപദേശിക്കും. അപ്പൊ അതിനോട് പാകത വരണം. പാകത വരാതെ ആരും ഉപദേശിച്ചാൽ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത. സ്വന്തം ഗൃഹത്തിൽ സ്വന്തം ഭാര്യ, മക്കൾ, സ്വത്ത് മുതലായ കാര്യങ്ങളിലൊക്കെയുള്ള ഭ്രമം വെടിഞ്ഞ്, ആസക്തി വെടിഞ്ഞ് പതുക്കെ ഗുരുകുലങ്ങളിലേക്ക്, ആശ്രമങ്ങളിലേക്കൊക്കെ ചെല്ലുക, കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. അപ്പൊ അത് വർദ്ധിച്ചു വരും, അതിനുള്ള രുചി വർദ്ധിച്ചു വരും. ഗൃഹത്തിലുള്ള ആസക്തി ക്ഷയിക്കും. പതുക്കെ പതുക്കെ ബന്ധനം വിട്ടുപോകും. ഇതെല്ലാവർക്കും ബാധകമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ തന്നെ സ്വയം നമ്മളെ കെട്ടിയിട്ടിട്ട് തുഴഞ്ഞാൽ എവിടെയെങ്കിലും എത്താൻ പോണ്ടോ? ഇല്ലേ? പണ്ട് തിരുനക്കര അമ്പലത്തിലേക്ക് തോണിയുമായിട്ട് മറുകരയിലുള്ള നമ്പൂരിമാര് തോണി തുഴഞ്ഞ് രാത്രി കഥകളി കാണാൻ വരും. എന്നിട്ട് കഥകളിയൊക്കെ കഴിഞ്ഞ് രാത്രി 2 മണിക്കൊക്കെ തിരിച്ചു പോകുമ്പോ ആ തോണിയിൽ കയറി ഇന്ന് തൊഴയുന്ന നേരം വെളുത്തിട്ടും ഇല്ലത്തെത്തുന്നില്ല. മറുകരയാണ് ഇല്ല, മീനച്ചിലാറ് കണക്ക് വേണ്ടു. പക്ഷെ രാവിലെ വരെ തുഴഞ്ഞിട്ടും തോണി അങ്ങനെ എത്തുന്നില്ല. രാവിലെ സൂര്യൻ ഉദിച്ച് നോക്കുമ്പോഴാണ് തോണിയുടെ കെട്ടഴിച്ചിട്ടില്ല. പിന്നെയും തോണി തിരുനക്കര തന്നെ എന്ന് പറയും പഴഞ്ചൊല്ല്. എപ്പോഴേ തിരുനക്കര വിടുള്ളൂ, തോണി കെട്ടഴിക്കണം. അപ്പൊ അതുപോലെ നമ്മളും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കെട്ടുകളൊക്കെ അഴിക്കണം. എന്നിട്ട് പതുക്കെ ഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത. ഇതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ഇതൊരു ദോഷമായിട്ടുള്ള കാര്യമല്ല. അവനവന്റെ ധർമ്മങ്ങളൊക്കെ ആദ്യം ചെയ്തോളൂ. അതിനുള്ള പ്രായമാണ് യൗവനം. ഭഗവാൻ രാമഗീതയിലെ ശ്രീരാമസ്വാമി ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദൗ സ്വവർണാശ്രമവർണിതാ ക്രിയാഃ കൃത്വാ സമാസാദിത ശുദ്ധമാനസഃ സമാപ്യത പൂർവം ഉപാത്ത സാധനഃ
സമാശ്രയേത് സദ്ഗുരുമാത്മലബ്ധയേ. ഇതന്നെ ഉപനിഷത്തും പറയുന്നത്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത്മാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാപി ഗച്ഛേത് സമിപ്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളിലും ഉപദേശമുണ്ട്. ഇത് കേൾക്കണം, ഇതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ശ്ലോകം 8 ഉപദേശങ്ങൾ ചുരുക്കി കണ്ടു. നമുക്ക് നാളെ ബാക്കി കാണാം. ഇന്നോട് നോക്കട്ടെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഒന്ന് കട്ട് ചെയ്യും. ഫിനിഷ് കൊടുക്കുക, ഡൺ കൊടുക്കുക.